السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. اللهم ربي يسر ولا تعسر، ربي زدنا علما وحلما وفهما وأقلا وأدبا وحفظا وإيمانا كاملا، ورب تمن بالخير والسعادة. رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയം നിറഞ്ഞ ബ്രൈറ്റ് അക്കാദമി മിറ്റ് ബാച്ചിലെ വിദ്യാർത്ഥികൾ, നമ്മൾ ഇന്ന് യൂണിറ്റ് 9 50-ാമത്തെ യൂണിറ്റിന്റെ PYQ ഡിസ്കഷനാണ്. ഇത് കേവലം ഒരു PYQ ഡിസ്കഷൻ എന്ന രൂപത്തിൽ മാത്രമല്ല, ഇതിനെല്ലാ തലങ്ങളും കൂടി ചർച്ച ചെയ്ത് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളെല്ലാവരും ഇതിൽ സജീവമായി ഇടപെടണം എന്നുള്ളതാണ് ഒന്ന്. മറ്റൊരു വിഷയം, പിന്നെ നമ്മൾ ഇന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യാണ്. ഇനിയുള്ള എല്ലാ യൂണിറ്റും ഇതുപോലെ ചർച്ച ചെയ്യും. ഈ ഓരോ യൂണിറ്റിന്റെയും ക്വസ്റ്റ്യൻ തപ്പിപ്പിടിച്ച് കാറ്റഗറൈസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായൊരു ദൗത്യമാണ്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഈസി അല്ല. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ അടുത്തും ഉണ്ട്. അതിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും സെലക്ട് ചെയ്ത് ഓരോ ഇയറിലെയും ക്വസ്റ്റ്യൻ പേപ്പർ സെലക്ട് ചെയ്ത് ഓരോ യൂണിറ്റിന്റെ സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ എന്താ പറയുക ദൗത്യമാണ്. അപ്പൊ നിങ്ങളുടെ നന്മ വിചാരിച്ച്, നിങ്ങളുടെ ജയം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും എഫേർട്ട് എടുക്കുന്നത്. അപ്പോൾ ആ എഫേർട്ടിനെ നിങ്ങൾ ചെറിയ രീതിയിലെങ്കിലും മാനിക്കണം എന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കിയതിന്റെ ഇടങ്ങേറ് ഉള്ളൂ. നിങ്ങളും അധ്യാപകരൊക്കെയായി വർക്ക് ചെയ്യുന്നവരാണ്. നിങ്ങൾ എടുക്കുന്ന ഓരോ എഫേർട്ടിനെയും നിങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ആമുഖമായി സൂചിപ്പിച്ചെന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ചയിലേക്ക് കിടക്കുകയാണ്. അതുമായി നമ്മൾ ജൂൺ 2019 ക്വസ്റ്റ്യനാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാവരും ആൻസർ പറയണം കേട്ടോ. അറിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, തെറ്റിയാലും നിങ്ങൾ ഒരു ആൻസർ പറയുക. അത് ഏതാണ്, നമ്മൾ പഠിച്ചത് എത്രത്തോളം ശരിയാണെന്നൊക്കെ മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കും. എല്ലാവരും ആൻസർ പറയണേ. ആകെ 2 ആളുകൾ ആൻസർ ഇവിടെ എത്തിയിട്ടുള്ളൂ. തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയുന്ന രൂപത്തിൽ ആൻസറുകൾ പറയണം. ഇൻഷാ അല്ലാഹ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആൻസർ, സി അല്ല. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി തസ്ലിയത്തുൽ ഫുആദ് ഇദ്ദേഹത്തിൻ്റെതല്ല. അതാരുടെ രചനയാണ് തസ്ലിയത്തുൽ ഫുആദ്? അറിയോ? തസ്ലിയത്തുൽ ഫുആദ് ആരുടെ രചനയാണ്? തസ്ലിയത്തുൽ ഫുആദ് ഫി ഖസാഇദി ആസാദ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് ഗുലാം അലി ആസാദ് ബലഗ്രാമിക്ക്. ഇത് തസ്ലിയത്തുൽ ഫവായിദ് എന്നുള്ളതാണ് അല്ലെ. അബ്ദുള്ള മുഹമ്മദ് റിള എന്നാണ് ഇതിന്റെ രചയിതാവിനെ കാണിക്കുന്നത് കേട്ടോ. എന്തായാലും തസ്ലിയത്തുൽ ഫുആദ് ഫി ഖസാഇദി ആസാദ് എന്നൊരു പുസ്തകം ഗുലാം അലി ആസാദ് ബലഗ്രാമിക്കുണ്ട്. മറ്റു പുസ്തകങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഹഷിയത്തുൽ തഫ്സീർ ബൈളാവി ഫൈൽ ഹസൻ സാറംഫൂരിയുടേതാണ്. താലിഖാത്തുൽ ഫതഹുൽ ഖദീർ അൻവർ ഷാ അൽ കശ്മീരി, ഹാഷിയത്തുൻ അലൽ ഉഫ്ഖുൽ മുബീൻ ലി ബാക്കർ ദാമാദ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. അതിലൊക്കെ ഖൈറാബാദിയുടേതാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം.
സഹ്റാവൈൻ എന്നുള്ള കിതാബ് അതിന്റെ മൗലു എന്ത്? ഹദീസ്, ഷിഅർ, തഫ്സീർ, ഫിഖ്ഹ്. യാ, എല്ലാവരുടെ ആൻസർ ശരിയാണ്. ഓപ്ഷൻ സി ആണ് അല്ലെ, തഫ്സീർ ആണ്. സൂറത്തുൽ ബഖറയുടെയും ആലി ഇമ്രാന്റെയും എന്താണ് തഫ്സീർ ആണ് ഇതിൽ പറയുന്നത്. സഹ്റാവൈൻ എന്നുള്ള പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വന്നുള്ളതാണ്. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ വഴിയെ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാകും ഇൻഷാ അല്ലാഹ്. നെക്സ്റ്റ് ചോദ്യം. ലൈസ മിൻ മുഅല്ലഫാത്തി അബുൽ ഹസൻ അലി ഹസൻ അന്നദവി. ഇദ്ദേഹത്തിന്റെ അല്ലാത്ത രചന ത്വരീഖ് ഇലൽ മദീന, മക്തബത്തുൽ ഖുർആനുൽ ജദീദ്, അൽ ഖിറാഅത്തുർ റാഷിദ, ദഹബത്ത് റീഹുൽ ഈമാൻ. നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ് ആൻസർ, മക്തബത്തുൽ ഖുർആനുൽ ജദീദ്. ഇതാരുടെ രചനയാണെന്ന് അറിയില്ല കേട്ടോ, അത് തപ്പിയിട്ട് കിട്ടിയിട്ടില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെതല്ല. മറ്റു 3 പുസ്തകങ്ങളും ത്വരീഖ് ഇലൽ മദീന, ഖിറാഅത്തുർ റാഷിദ, ദഹബത്ത് റീഹുൽ ഈമാൻ, ഇത് 3ഉം അബുൽ ഹസൻ അലി നദ്വിയുടെ രചനകളാണ്. വിശദമായി നമ്മൾ ചർച്ച ചെയ്യട്ടോ. നെക്സ്റ്റ് ചോദ്യം. കാന മിൻ അഹദിൽ അസാത്തിദത്തിൽ മഷ്ഹൂരീന യൽഅബു ബിശ്ശത്റഞ്ച് വലാ യഹ്തശിമു അൻ ഇസ്തിമാഇൽ മസാമീരി വൽ ഹുലൂർ ഫി മദാലിസ് الرقص. فضلك خيرابادي, فيض حسن سهارنفوري, عمر قاضي البلنقوطي, عبد القادر فلفري. എല്ലാവരും ആൻസർ ചെയ്യണേ, കിട്ടിയാലും പ്രശ്നമൊന്നുമില്ല. അതിലൊക്കെ ഹൈദരാബാദിയെ കുറിച്ചാണ് അല്ലെ നമ്മൾ പറഞ്ഞു. നൃത്ത സംഗീത ക്ലാസ്സുകളിലേക്ക് അദ്ദേഹം എന്തായിരുന്നു പങ്കെടുക്കാറുണ്ട് എന്നുള്ളത് നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ഒരു വിഷയം കൂടിയായിരുന്നു. ഓക്കെ. മുഹദ്ദിസുൻ ഹിന്ദിയുൻ മാറസ തദ്രീസ് ഫി മദീനത്തി ദയൂബന്ദ്. ദയൂബന്ദിൽ അധ്യാപനം നടത്തിയ ഹദീസ് വിശാരദനായ ഇന്ത്യൻ പണ്ഡിതൻ ആര് എന്നാണ് ചോദ്യം. ഷാഹു വലില്ലാഹി ദഹ്ലവി, സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജി, അൻവർ ഷാ അൽ കശ്മീരി, ഉമർ ഖാദി അൽ ബലങ്കൂത്തി. ഓപ്ഷൻ സി ആണ്, അൻവർ ഷാ അൽ കശ്മീരിയാണ്. 13 വർഷക്കാലത്തോളമാണ് അദ്ദേഹം എന്തായത് അവിടെ അധ്യാപനം നടത്തുന്നത്, തന്റെ ഗുരുനാഥന്റെ പകരമായിട്ട് അല്ലെ. ഗുരുനാഥൻ ആരാണ്? ആർക്ക് പകരമായിട്ടാണ് അൻവർ ഷാ കശ്മീരി അവിടെ അധ്യാപനം നടത്തുന്നത്? ആരുല്ലേ? ആർക്ക് പകരമായിട്ടാണ് അൻവർ ഷാ കശ്മീരി അവിടെ അധ്യാപനം നടത്തുന്നത്? ആർക്ക്? മഹ്മൂദുൽ ഹസന് പകരമായിട്ട്. മഹ്മൂദുൽ ഹസൻ ദയൂബന്ദിക്ക് പകരമായിട്ടാണ് അൻവർ ഷാ കശ്മീരി അവിടെ എന്താകുന്നത് അധ്യാപനം നടത്തുന്നത്. ഈ മഹ്മൂദുൽ ഹസൻ ദയൂബന്ദി എന്ന് പറയുന്നത് നമ്മുടെ ഈ പരീക്ഷാ സിലബസുകളിൽ കെട്ടുമറഞ്ഞു പോകേണ്ട ആളും കൂടിയല്ല. ഇന്ത്യയുടെ നവോത്ഥാന ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട വ്യക്തിത്വം കൂടിയാണ് മഹ്മൂദുൽ ഹസൻ ദയൂബന്ദി എന്ന് പറയുന്നത് കേട്ടോ. അതൊരു കേവലമായ നാമമല്ല, എന്നുകൊണ്ട് ഒരു ചരിത്രം തന്നെ നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ്. നെക്സ്റ്റ് ചോദ്യം. ഹദ്ദിദ് അസ്സൗജൽ ഖത്അ മിനൽ മദ്കൂരീന അദ്നാഹു. തെറ്റായ ജോഡി സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജി, അബ്ജദുൽ ഉലൂം, അബ്ദുൽ ഹൈ അൽ ഹസനി, നുസ്ഹത്തുൽ ഖവാത്തിർ വ ബഹ്ജത്തുൽ മസാമി വൻ നവാദിർ, അസ്സുബൈദി അൽ ബൽഗ്രാമി, അസ്സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ്, തുഹ്ഫത്തുൽ മുജാഹിദീൻ, അഹ്മദ് സൈനുദ്ദീൻ അൽ മലൈബാരി. എല്ലാവരും ആൻസർ പറയണേ. വളരെ ഈസിയാണ് അല്ലെ. ഓപ്ഷൻ സി ആണ് അല്ലെ. സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദിന്റെ രചയിതാവ് ആരാണ്? അബ്ദുൽ ഹൈ അൽ ഹസനി. അബ്ദുൽ ഹൈ അൽ ഹസനി ആണ് എന്താണ് സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദിന്റെ രചയിതാവ്. അതിന്റെ മറ്റൊരു പേര് അൽ മആരിഫ്. വാരിഫുൽ മആരിഫ്.
ഫിൽ ഉലൂമി വൽ മആരിഫ് എന്നുള്ളതാണ്. ഡമസ്കസ് എന്നാണ് അത് എന്താവുന്നത്, പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ. നുസ്ഹത്തുൽ ഖവാത്തിർ വ ബഹ്ജത്തുൽ മസാമി വൻ നവാദിറിന്റെ മറ്റൊരു പേര് الإعلام بمن في الإعلام. അൽ-ഇഅ്ലാമു ബിമൻ ഫി താരിഖിൽ ഹിന്ദ് മിനൽ അഅ്ലാം. അത് ബൈറൂത്തിൽ നിന്ന്, ലബനോന്റെ തലസ്ഥാനമായ ബൈറൂത്തിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത് കേട്ടോ. ഇന്ത്യക്ക് പുറത്ത് ആ സമയത്താണ് അൽ-ഇഅ്ലാമു ബിമൻ ഫിൽ ഹിന്ദ് മിനൽ അഅ്ലാം എന്നുള്ള പേര് നൽകിയത്. നെക്സ്റ്റ് ചോദ്യം, ലൈസ മിൻ മുഅല്ലഫാത്തി നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജി. ഖനൂജിയുടെ അല്ലാത്ത രചന ഏത് എന്നാണ് ചോദ്യം. ഖനൂജിയുടെ പുസ്തകങ്ങൾ നിർബന്ധമായും നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. ഖനൂജിയെ കുറിച്ച് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഏറെക്കുറെ ലൈസ മിൻ മുഅല്ലഫാത്ത് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ മനസ്സിലാവും. അസ്റാദുൽ വഹാജി എന്നാണ്, വഹാബ് അല്ല, ടൈപ്പ് എററാണ്. മുഷ്കിലാത്തുൽ ഖുർആൻ, നുസുലുൽ അബ്റാർ, ഫത്ഹുൽ ബയാൻ. നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇതെന്താ എല്ലാവരും സി പറഞ്ഞത് എന്നൊക്കെ മനസ്സിലായത്? സി എന്താണ് ആൻസർ പറഞ്ഞത് എന്നൊക്കെ മനസ്സിലായിട്ടില്ല. മുഷ്കിലാത്തുൽ ഖുർആൻ ആരുടെ രചനയാണ്? വളരെ പ്രധാനപ്പെട്ട രചനയാണ്. അൻവർ ഷാ അൽ കശ്മീരിയുടെ രചനയാണ് മുഷ്കിലാത്തുൽ ഖുർആൻ എന്ന് പറയുന്നത്. ഓക്കെ, വിട്ടുപോകരുത്, വളരെ വളരെ പ്രധാനപ്പെട്ട രചനയാണ് മുഷ്കിലാത്തുൽ ഖുർആൻ. അൻവർ ഷാ അൽ കശ്മീരിയുടേതാണ്. മറ്റു 3 രചനകളും സിറാജുൽ വഹാജ്, നുസുലുൽ അബ്റാർ, ഫത്ഹുൽ ബയാൻ ഫി മഖാസിദുൽ ഖുർആൻ, ഇത് 3ഉം ആരുടെ രചനയാണ്? സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജിയുടെ രചനയാണ് എന്നുള്ളത്. നെക്സ്റ്റ് ചോദ്യം, درس في آخر عمره في الكلية الشرقية أورينتال كوليج بلاهور له شرح بسيط على المعلقات السبع. أنور شاء الكشميري، فايد الحسن السحارنفوري، محمد ناظم الندوي، عبد العزيز الميمني. വ്യത്യസ്തമായ ആൻസറുകൾ വരുന്നുണ്ട്. ഡി, ബി എന്നുള്ള ആൻസറുകളാണ് വരുന്നത്. എല്ലാവരും ആൻസർ പറയണേ. നോക്കാം നമുക്ക്. ഓപ്ഷൻ ബി ആണ്. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് വളരെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിരുന്നു ഈ സെന്റൻസ് ഓർത്തു വെക്കണം എന്നുള്ളത്. ദറസ ഫി ആഖിർ ഉംരിഹി ഫിൽ കുല്ലിയത്ത് ഷിർഖിയ ഓറിയന്റൽ കോളേജ്. ഇത് എത്രയോ ക്വസ്റ്റ്യനിൽ വന്നൊരു സെന്റൻസ് ആണ്. ഫൈദൽ ഹസൻ സഹാറൻഫൂരിയെ കുറിച്ചാണ് പറയുന്നത്. അവിടെ വെച്ചിട്ടാണ് പിന്നീട് അദ്ദേഹം പാമ്പ് കടിയേറ്റ് മരണപ്പെടുന്നത്. ഇതൊക്കെ നമ്മളവിടെ പറഞ്ഞിരുന്നു. സപ്തകാവ്യങ്ങൾക്ക് അദ്ദേഹം എന്തായിട്ടുണ്ട്, ഒരു ശരഹും എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഫൈദുൽ ഹസൻ സഹാറൻഫൂരിയാണ്. ഇനിയും വരും ക്വസ്റ്റ്യനിൽ നോക്കാം. ഇനി നമ്മൾ ഡിസംബർ 2019 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. കാന ഉസ്താദൻ ഫിൽ മദ്രസത്തുൽ ആലിയ ബി കൊൽക്കത്ത. അബ്ദുൽ അസീസ് അൽ മൈമനി, അബു മഹ്ഫൂൽ കരീം അൽ മാസൂമി, സയ്യിദ് സുലൈമാൻ അൽ നദവി, സൽമാൻ അൽ മൻസൂർ ഫൂരി. കാന ഉസ്താദൻ ഫിൽ മദ്രസത്തുൽ ആലിയ ബി കൊൽക്കത്ത. നമ്മൾ പറഞ്ഞു അദ്ദേഹം മദ്രസത്തുൽ ആലിയയിലാണ് പഠിച്ചത്. പിന്നീട് വിഭജനാനന്തരം മദ്രസത്തുൽ ആലിയ ബംഗ്ലാദേശിലെ ധാക്കയിലേക്ക് പോയി. അവിടുന്ന് പിന്നീട് ഇന്ത്യ ഗവൺമെന്റ് അതിന്റെ ആദ്യ ആസ്ഥാനമായ കൽക്കത്തയിൽ തന്നെ അത് പുനഃസ്ഥാപിക്കുന്നു. അവിടെ എന്താകുന്നു, പിന്നീട് ഇദ്ദേഹത്തെ അറബിക് ഇസ്ലാമിക് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അധ്യാപകനായി ഗവൺമെന്റ് നിയമിക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ കരുതുന്നു. ഇൻഷാ അല്ലാഹ് ആൻസറുകൾ വരട്ടെ. ഓപ്ഷൻ ബി ആണ്, അബു മഹ്ഫൂൽ കരീം അൽ മാസൂമിയാണ് ആള് അല്ലേ. അബു മഹ്ഫൂൽ കരീം അൽ മാസൂമിയാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, കശാഫു മുസ്തലഹാത്തുൽ ഫുനൂൻ വൽ ഉലൂം മിൻ മുഅല്ലഫാത്തി ഗുലാം അലി ആസാദ് ബൽഗ്രാമി, സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജി, മുഹമ്മദ് അലി അത്തഹാനവി, അൽ ഖാദി അത്ഹർ അൽ മുബാറക് ഫൂരി. കശാഫു ഫി മുസ്തലഹാത്തുൽ ഫുനൂൻ വൽ ഉലൂം. സി, ഡി എന്നുള്ള ആൻസറുകൾ വന്നിട്ടുണ്ട്. ഇനിയും ഉണ്ടല്ലോ ആളുകൾ, ആൻസർ വന്നിട്ടില്ലല്ലോ. ഉലമാവാണല്ലോ ബിബിങ്ങൾ. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ട് സിലബസ് വായിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഉത്തരങ്ങളാണ്. ഓപ്ഷൻ സി ആണ്, മുഹമ്മദ് അലി തഹാനവിയുടെയാണ് കശാഫു
മുസ്തലഹാത്തുൽ ഫുനൂനി വൽ ഉലൂം എന്ന് പറയുന്ന രചന, കശാഫും ഫി മുസ്തലഹാത്തുൽ ഫുനൂനി വൽ ഉലൂം എന്ന് പറയുന്ന രചന മുഹമ്മദ് അലി അത്തഹാനവിയുടേതാണ്. ഗുലാം അലി ആസാദ് ബൽഗ്രാമിയുടെ രചന ഏതാണ്? സബഹത്തുൽ സിബഹത്തുൽ മർജാൻ ഫി ആസാരി ഹിന്ദുസ്ഥാൻ. സിദ്ദീഖ് ഹസൻ ഖാൻ ഖനൂജിയുടേത് അഹ്മുൽ മുഅല്ലഫാത്തുൽ ഇന്ത്യയിൽ പഠിക്കാനുള്ള ഭാഗം ഏതാണ്? അബ്ജദുൽ ഉലൂം. അബ്ജദുൽ ഉലൂം. യെസ്, അബ്ജദുൽ ഉലൂം ആണ്. 3 വാള്യമാണത്. മുഹമ്മദ് അലി തഹാനവിയുടേത് കശാഫും ഫി മുസ്തലഹാത്തുൽ ഫുനൂനി വൽ ഉലൂം. ഖാലിദ് തഹർ മുബാറക് ഫൂരിയുടെ രചന റിജാലു സിന്ധ് വൽ ഹിന്ദ് എന്നുള്ളതാണ്. റിജാലു സിന്ധ് വൽ ഹിന്ദ് എന്നുള്ളതാണ്. ഓക്കെ, ഓർത്ത് വെക്കുക. കശാഫും ഫി മുസ്തലഹാത്തുൽ ഫുനൂനി വൽ ഉലൂം മുഹമ്മദ് അലി അത്തഹാനവിയുടേതാണ്. നെക്സ്റ്റ് ചോദ്യം, റിയാദുൽ ഫൈൽ മിൻ മുഅല്ലഫാത്തി ഫൈദുൽ ഹസൻ അസ്സഹാറൻഫൂരി വഹുവ, അത് എന്താണ്, അതിന്റെ മൗലൂ എന്താണെന്ന ചോദ്യം. ദീവാൻ ഫൈദുൽ ഹസൻ സഹാറൻഫൂരി, ഷർഹു ദീവാൻ അൽ ഹമാസ, അൽ ഖാമൂസ്, ഷർഹു മുഅല്ലഖാത്തുസ് സബഅ. എല്ലാവരും ശരിയാണ് പറഞ്ഞിരിക്കുന്നത്. മാഷാ അല്ലാഹ്. ഷറഹുൽ മുഅല്ലഖാത്തുസ് സബഅ. കഴിഞ്ഞ തൊട്ട് മുമ്പ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? അദ്ദേഹം ഓറിയന്റൽ കോളേജിൽ പഠിച്ചു. എന്നിട്ട് അദ്ദേഹം എന്തായിട്ടുണ്ട്, സപ്തകാവ്യങ്ങൾക്ക് ഷറഹ് എഴുതിയിട്ടുണ്ട് എന്നാണ് ഇതിന് തൊട്ട് മുമ്പ് നടന്ന എക്സാമിൽ ചോദിച്ച ചോദ്യം. പിറ്റേ തവണ നെക്സ്റ്റ് എക്സാമിൽ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് റിയാദുൽ ഫൈൽ എന്നുള്ള സപ്തകാവ്യങ്ങൾക്ക് റിയാദുൽ ഫൈൽ എന്നുള്ളൊരു പുസ്തകമുണ്ട്, അതെന്താണ് പുസ്തകം ചോദിച്ചു. അപ്പൊ ഏതാണ്? ഷറഹുൽ മുഅല്ലഖാത്തുസ് സബഅ. ക്വസ്റ്റ്യൻ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നത് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം. ഓക്കെ, ഇനിയും വരും ഇതുപോലെ, നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരും ബാഖത്തുൽ അസ്ഹാർ ആരുടെ കവിതാ സമാഹാരമാണ്? അബ്ദുറഹ്മാൻ അൽ കാശ്മീരി, മർഖാദി അൽ ബലങ്കൂത്തി, മുഹമ്മദ് നാലിം അൻ നദവി, അൻവർ ഷാ അൽ കശ്മീരി. ഇതിലാരുടെ രചനയാണ് ബാഖത്തുൽ അസ്ഹാർ? ഓപ്ഷൻ സി ആണ്, മുഹമ്മദ് നാലിം നദവിയുടെ രചനയാണ് ഇത് ബാഖത്തുൽ അസ്ഹാർ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യണം. ബാഖത്തുൽ അസ്ഹാർ, മുഹമ്മദ് നാലിം അൻ നദവി. നെക്സ്റ്റ് ചോദ്യം, മൻഹുൽ മഖ്സൂദ് ബി കലിമത്തി സയ്യിദി ഫിൽ ബൈത്തുൽ അവൽ അഹ്ദാ ഇലാ സയ്യിദി ഖലമൻ റഷീഖൻ മിൻ ദക്കൻ യാ ഹബ്ബദ തിൽകൽ ഉല മജദ് ഹിബറുസ്സമൻ എന്ന് പാടിയതിൽ സയ്യിദി എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണ്? സയ്യിദ് അബ്ദുൽ അലി അൽ ഹസനി, സയ്യിദ് സബാഹുദ്ദീൻ അബ്ദുറഹ്മാൻ, മസൂദ് ആലം നദവി, സയ്യിദ് സുലൈമാൻ നദവി. തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, നിങ്ങളെ ആൻസർ ആയി. ഇതൊക്കെ അധികം ആളുകൾക്കും തെറ്റിയ ആൻസർ ആയിരിക്കും. സോറി. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. സയ്യിദ് സുലൈമാൻ നദ്വിയുടേതാണ്. മുഹമ്മദ് നാലിം നദ്വിയാണ് ഈ കവിത എഴുതുന്നത്. നാലിം നദ്വിയിലേക്ക് ക്ഷണിച്ച് കൊണ്ടുവന്ന അധ്യാപകനാക്കുന്നവർക്കാരാണ്? ഗുരുനാഥൻ കൂടിയായ സയ്യിദ് സുലൈമാൻ നദ്വിയാണ്. നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഗുരുനാഥനോടുള്ള ആദരവ് പ്രകടിപ്പിച്ച് എഴുതിയ ഒരു കവിത കൂടിയാണിത്. ഓക്കെ, നാലിം നദ്വി എഴുതിയതാണ്. ഇവിടെ സയ്യിദി കൊണ്ട് ഉദ്ദേശം സയ്യിദ് സുലൈമാൻ അൻ നദ്വിയാണ്. നെക്സ്റ്റ് ചോദ്യം, മിൻ അഷ്ഹരി മുഅല്ലഫാത്ത് ഗുലാം അലി ആസാദ് ബൽഗ്രാമി. വളരെ ഈസി ക്വസ്റ്റ്യൻ. ആൻസറുകൾ വരട്ടെ. യാ, ഓക്കെ, എല്ലാവരും ആൻസർ പറഞ്ഞിരിക്കുന്നു. മാഷാ അല്ലാഹ്. സിബഹത്തുൽ മർജാൻ ഫി ആസാരി ഹിന്ദുസ്ഥാൻ എന്നുള്ളതാണ്. ഇതില് മറ്റു പുസ്തകങ്ങൾ പറയാൻ പറ്റും. അൽ ഹിന്ദ് ഫിൽ അഹ്ദിൽ ഇസ്ലാമി ആരുടെ രചനയാണ്? അബ്ദുൽ ഹൈൽ അബ്ദുൽ ഹൈൽ ഹസനി. സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ് അബ്ദുൽ ഹൈൽ ഹസൻ. കിതാബ് നവാദിർ അലി സാദി. നവാദിർ ബൂസൈ കേട്ടില്ല. അന്നവാദിർ അന്നവാദിർ ഷാഹ് വലിയുള്ള ഷാഹുലിള്ളാണോ അന്നവാദിർ? ജമാൽ താലിബ്
കേട്ടില്ല, ഒന്നുകൂടി പറയാം. ആമാലിൽ കാലി അതല്ല നവാദിർ. യെസ്, അന്നവാദിർ ലബി അലി അൽ ഖാലി അല്ലേ? റുക്നും മിൻ അർക്കാനിൽ അദബിൽ അർബഅ എന്ന് ഇബ്നു ഖൽദൂൻ എഴുതിയ പുസ്തകല്ലേ? അതെ അതെ. എന്താണ്, വളരെ പ്രശസ്തമായ പുസ്തകമാണ്. നിങ്ങളിങ്ങനെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടേ. അൽ ഹിന്ദു ഫിൽ അഹ്ദിൽ ഇസ്ലാമി അബ്ദുൽ ഹൈൽ ഹസനി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനിയും ക്വസ്റ്റ്യൻ ഇങ്ങനെ ആ പുസ്തകം വരും. ഓക്കെ, അൽ ഹിന്ദു ഫിൽ അഹ്ദിൽ ഇസ്ലാമി അബ്ദുൽ ഹൈൽ ഹസനി, സിബ്ഹത്തുൽ മർജാൻ ഫി അസ്റാരി ഹിന്ദുസ്ഥാൻ ഗുലാം അലി ആസാദ് ബിൽ ഖറാമി, അസ്സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ് അബ്ദുൽ ഹൈൽ ഹസനി, കിതാബുൻ നവാദിർ ലി അബി അലി അൽ ഖാലി. ഏതൊക്കെയാണ് ആ 4 പുസ്തകങ്ങൾ? അർക്കാൻ അദബിൽ അർബ എന്നെണ്ണിയ 4 പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? അൽ ബയാൻ വത്തബീൻ ലിൽ ജാഹിൽ, അൽ കാമിൽ ലിൽ മുബരിദ്, അദബുൽ കാത്തിബ് ലി ഇബ്നു ഖുതൈബ, അന്നവാദിർ ലി അബി അലി അൽ ഖാലി. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഷാഹ് വലില്ലാഹി ദഹ്ലവി, അബുൽ ഹസൻ അലി അൻ-നദവി, ഹമീദുദ്ദീൻ അൽ ഫറാഹി, ഫൈദുൽ ഹസൻ അസ്-സഹാറൻഫൂരി. പാർട്ട് ബി, التكميل في أصول التأويل، الفوز الكبير في أصول التفسير، تعليقات الجلالين، إذا حبت ريح الإيمان. എല്ലാവരുടെയും ആൻസർ വന്നിട്ടില്ലല്ലോ, ഇനി ആളുകളുണ്ട്. എല്ലാവരും ബി ആണ് പറയുന്നത് അല്ലേ? ഏകകണ്ഠേന വഖദ് ഇത്തഫഖൽ ഉലമാ. ഓപ്ഷൻ ബി തന്നെയാണ് ആൻസർ അല്ലേ? ഷാഹ് വലില്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ രചന ഏതാണ്? അൽ ഫൗസുൽ കബീർ ഫി ഉസൂൽ തഫ്സീർ. അബുൽ ഹസൻ അലി അൻ-നദവിയുടേത് ഇദാ ഹബ്ബത്ത് റീഹുൽ ഈമാൻ. ഹമീദുദ്ദീൻ അൽ ഫറാഹിയുടേത് അത്തക്മീൽ ഫി ഉസൂൽ തഅ്വീൽ. ഫൈദുൽ ഹസൻ സഹാറൻഫൂരിയുടെ തഅലീഖാത്തുൽ ജലാലൈനി. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഫൈൽ എന്താണ്, പിന്നെ ഫൈദുൽ ഹസൻ സഹാറൻഫൂരിക്ക് ഉള്ള പുസ്തകമാണ് ഓർത്തു വെക്കുക, തഅലീഖാത്തുൽ ജലാലൈനി എന്നുള്ളത്. ഓക്കെ, ഇനിയും ഈ പുസ്തകം റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാനുണ്ട്. ഓക്കെ, നമ്മൾ 2020 പോവാണ്. ചോദ്യം, ഇഖ്തർ അൽ ഇജാബാത്ത് സ്വഹീഹ മാ ഇസ്തിഖ്ദാം അശ്ശുഫ്ര. ശരിയായ ഉത്തരം സെലക്ട് ചെയ്യുക. കൃത്യമായി ക്വസ്റ്റ്യൻ വായിക്കണേ, ശ്രദ്ധിച്ചു. ഒരാള് പറയുന്നുണ്ട്, പറയണോ? എല്ലാവരും ഏതാണ് പറയുന്നത്? നോക്കാം, ഇനിയുണ്ടല്ലോ ആൻസറുകൾ വരാനുണ്ട്. എല്ലാവരും ആൻസർ പറയട്ടെ. നമ്മൾ പോവാണ്. ഓപ്ഷൻ എ തന്നെയാണ് അല്ലേ ആൻസർ വരുന്നത്? എയും ബിയും ശരിയാണ്. അൽ ഹിന്ദു ഫിൽ അഹ്ദിൽ ഇസ്ലാമി അബ്ദുൽ ഹൈൽ ഹസന്റെ രചനയാണ്. തൊട്ട് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തൊരു പുസ്തകം കൂടിയാണ്. നമുക്ക് അതേ പുസ്തകം തന്നെയാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് അത്തരം പുസ്തകങ്ങൾ നിർബന്ധമായി നോട്ട് ചെയ്യണം. താരിഖു ഫിത്നത്തുൽ ഹിന്ദ് ഫദലക്ക ഖൈറാബാദിയുടെ രചനയാണ് താരിഖു ഫിത്നത്തുൽ ഹിന്ദ് എന്ന് പറയുന്നത് അല്ലെ. 857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് എഴുതിയ പുസ്തകം കൂടിയാണത്. ഓക്കെ, റിജാൽ സിന്ധു അൽ ഹിന്ദ് ആരുടെ രചനയാണ്? ഖാലിദ് മുബാറക് ഫൂരിയുടേതാണ്. അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ് അബുൽ ഹസൻ അലി നദ്വിയുടെ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ എന്ന പേരിൽ അത് മലയാളത്തിലും അവൈലബിൾ ആണ് അതിന്റെ ട്രാൻസ്ലേഷൻ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. മുഫക്കിറുൻ വ മുസ്ലിഹുൻ ഇസ്ലാമുൻ ഹിന്ദിൻ ലഹു അൽ മുസവ്വ ഫി ശറഹിൽ മുവത്വ.
مفكر ومصلح إسلام هندي له المصوى في شرح الموطأ عبد الحي الحسني عبد العزيز الميمني الشاه ولي الله الدهلوي അൻവർ ഷാ അൽ കശ്മീരി. നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ഷാഹ് വലി അള്ളാഹ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. മുസവ്വ ഏതിലാണ്? അറബിയിലാണോ ഫാരിസിയാണോ? അറബി. മുസവ്വ അറബിയ. ഇപ്പൊ ഫാരിസി ഏതാ? മുസഫയാണ്. യെസ്, കറക്റ്റ്. നെക്സ്റ്റ് ചോദ്യം. ആലിമുൻ ഹിന്ദിയും ലഹു അൽ ഹിക്മത്തുൽ ഇലാഹിയ. ഇദ്ദേഹത്തിന് ഹിക്മത്തുൽ ഇലാഹിയ എന്നുള്ള രചനയുണ്ട് എന്നാണ് പറയുന്നത്. ആലിമുൻ ഹിന്ദിയും ലഹു അൽ ഹിക്മത്തുൽ ഇലാഹിയ. വ്യത്യസ്തമായ ആൻസറുകൾ വരുന്നുണ്ട്. ബി, സി, ബി, കൊണ്ടും ബി. എല്ലാവരും ആൻസർ പറയട്ടെ. ഹിക്മത്തുൽ ഇലാഹിയ അദ്ദേഹത്തിന്റെ രചനയാണ് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ആണ്. ഫദൽ ഹക്ക് ഖൈറാബാദിയുടേതാണ് കേട്ടോ. ഫദൽ ഹക്ക് ഖൈറാബാദിയുടെ ആണ് അൽ ഹിക്മത്തുൽ ഇലാഹിയ എന്ന് പറയുന്ന രചന അദ്ദേഹത്തിനുണ്ട്. നെക്സ്റ്റ് ചോദ്യം. ലൈസ മിൻ അമാലി അബുൽ ഹസൻ അലി അൻ-നദ്വി. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്, ഇതും തെറ്റിക്കരുത് കേട്ടോ. ഖിറാഅത്തു റാഷിദ, ബലാഗത്തുൽ വാളിഹ, അത്വരീഖു ഇലൽ മദീന, ഇദാ ഹബ്ബത് റീഹുൽ ഈമാൻ. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അൽ ബലാഗത്തുൽ വാളിഹ നമുക്കറിയാം ആരുടേതാണ് എന്നുള്ളത്. നെക്സ്റ്റ് ചോദ്യം. ഹജ്ജൽ സൗജുൽ ഖത്താ മിനൽ മദ്കൂരിന അദ്നഹു. തെറ്റായ ജോഡി സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. مرآة الجمال غلام الهزات بالغرامي شرف ديمان الحماسة فايد حسن سهارنفوري الأنوار المحمدية شاه ولي الله دهلوي تعليقات على الأشباه والنظائر عبد القادر الصلفري. ഇനിയും ആൻസറുകൾ വരാനുണ്ട്. എല്ലാവരും ആൻസർ പറയും. യെസ്, താലിഖാത്തുൽ അഷ്ബാഹി വന്നല്ലാഹിർ ആരുടെ രചനയാണ്? അൻവർ ഷാ കാശ്മീരി. അൻവർ ഷാ അൽ കശ്മീരിയുടെ രചനയാണ് ഇത് തഅലീഖാത്തുൻ അലൽ അഷ്ബാഹി വന്നല്ലാഹിർ എന്ന് പറയുന്നത് കേട്ടോ. അൽ അഷ്ബാഹു വന്നല്ലാഹിർ ആരതിന്? അൻവർ ഷാ അൽ കശ്മീരിയുടേതാണ് രചന. നെക്സ്റ്റ് ചോദ്യം. فتح البيان تعليقات على الفتح القدير فتح الرحمن في ترجمة القرآن حاشية إلى تفسير الجلالين شاه ولي الله دهلوي أنور شاه الكشميري نواب صديق حسن خان القنوجي فايد حسن السهارنفوري. ഈ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ക്വസ്റ്റ്യനുകളിലും ഓപ്ഷനുകളിലൊക്കെ വന്നു പോയ പുസ്തകങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അതാണ് ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളത്. വന്ന പുസ്തകങ്ങൾ തന്നെയാണ് അധികവും വരുന്നത്. അപ്പൊ അത് കൃത്യമായി നോട്ട് ചെയ്ത് ഇത് കൃത്യമായി മനസ്സിലാക്കി വെച്ചാൽ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് കൂടിയാണ് യൂണിറ്റ് 9 എന്ന് പറയുന്നത്. എല്ലാവരും ആൻസർ പറയണേ. ഇനിയും കുറെ ആളുകൾ ആൻസർ പറയാൻ ബാക്കിയുണ്ട്. നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, നമുക്ക് ഫത്ഹുൽ ബയാൻ ഫി മഖാസിദിൽ ഖുർആൻ നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജി അല്ലേ? താലിഖാത്തുൻ അൽ ഫത്ഹുൽ ഖദീർ ആരുടെ രചനയാണ്? അൻവർ ഷാ കാശ്മീരി. അൻവർ ഷാ അൽ കശ്മീരിയുടേതാണ്. ഫതഹുർ റഹ്മാൻ ഫി തർജുമത്തുൽ ഖുർആൻ ഷാഹ് വലി അല്ലാഹ് ദഹ്ലവി. പേർഷ്യൻ ഭാഷയിലുള്ള ട്രാൻസ്ലേഷൻ ആണ് ഫതഹുർ റഹ്മാൻ.
ഹാഷിയത്തുൻ അലാ തഫ്സീൽ ജലാലൈനി ഫൈദുൽ ഹസൻ അസ്സഹാറൻ ഫൂരി. ഓക്കെ, ഇതിൽ നോക്കിയാൽ ഷാഹുലിയുടെ രചനയാണ് ഫതഹുർ റഹ്മാൻ എന്നുള്ളത്. ഒറ്റ ഓപ്ഷൻ നോക്കിയാൽ മതി, A3 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ടുകൂടെ നമുക്ക് ആൻസറിലെത്താൻ പറ്റും. A3 വരുന്ന ഓപ്ഷൻ ഏതേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. നോക്ക്, ഓപ്ഷൻ സി മാത്രം. ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി, വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ഇത്തരം ചോദ്യങ്ങളൊക്കെ. നെക്സ്റ്റ് 2021 നോക്കാം. 2 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്, ഇതിൽ കറക്റ്റ് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. كان مولانا فضل الحق خيرابادي عالما كبيرا وكان اهتمامه الأساسي بالعلوم الفلسفية وله عدة مؤلفات عن علم الفلسفة. മിസ്റ്ററുകൾ വരട്ടെ. ഇനിയുമുണ്ടല്ലോ ആളുകൾ, നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ട്രൂ ആണ് അല്ലെ? നമ്മൾ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു, അദ്ദേഹത്തെ എന്താണ് ഇസ്ലാമിക ലോകത്ത് ഇൽമുൽ ഫൽസഫയിൽ അദ്ദേഹത്തെ വെല്ലുന്ന ഒരാളും തന്നെ അക്കാലത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് കൂടി നമ്മളവിടെ പറഞ്ഞിരുന്നു. പിന്നെ അതോടൊപ്പം ഞാൻ സൂചിപ്പിച്ചിരുന്നു, അദ്ദേഹം ഡൽഹിയിലാണ് വളർന്നു വന്നത്. ഡൽഹിയിൽ അന്ന് ഏറ്റവും കൂടുതൽ ഡൽഹി കേന്ദ്രീകരിച്ച് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വൈജ്ഞാനിക മേഖല മാഖൂലാത്തുമായി ബന്ധപ്പെട്ട ഇൽമുൽ മന്തിഖ്, ഫൽസഫ തുടങ്ങിയ ജ്ഞാനശാഖകളാണ് എന്നുകൂടി ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏതായാലും ആ മേഖലയിൽ വളരെ പ്രഗത്ഭനായ പണ്ഡിതനാണ് ആര്? ഫضل ഹക്ക് ഖൈറാബാദി എന്ന് പറയുന്നത്. അപ്പൊ 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ് കേട്ടോ. നെക്സ്റ്റ് ചോദ്യം. كان عمر قاضي البلنقوطي شاعرا مفلقا وله قصيدة العمرية في المدائح النبوية، وهذه القصيدة تعرف أيضا نفائس الدرر ألف العاسي لاها الهلال قصيدة صلى الإله. നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ആണ് അല്ലെ, സ്വല്ലൽ ഇലാഹു എന്നുള്ളതാണ്. അതിന്റെ ആ കവിതയുടെ തുടക്കം തന്നെ സ്വല്ലൽ ഇലാഹു അലബിനി അബ്ദില്ലാഹി എന്ന് പറഞ്ഞ തുടങ്ങുന്നതാണ്. ഓക്കെ, ഖസീദത്തുൽ ഉംരിയ അല്ലെങ്കിൽ സ്വല്ലൽ ഇലാഹു എന്ന് പറയുന്നതൊക്കെ രണ്ടും ഒരു കവിത തന്നെയാണ്. ഓക്കെ, നഫായിസുദ്ദുററും ഇദ്ദേഹത്തിന്റെ രചനയാണ്, അല്ലഫൽ ആസിയും രചനയാണ്, ലാഹൽ ഹിലാലും രചനയാണ്. നമ്മൾ പറഞ്ഞു ജഫത്തിനി വഹബത്തിനി, അതൊക്കെ ജബത്തിനി എന്ന് പറഞ്ഞു. നമ്മള് ലാഹൽ ഹിലാല് പുള്ളിയില്ലാത്ത അക്ഷരങ്ങൾ മാത്രം വരുന്ന പദങ്ങൾ ഉപയോഗിച്ച് എഴുതിയതാണെന്നും ഒക്കെ സൂചിപ്പിച്ചതാണ്. നെക്സ്റ്റ് ചോദ്യം. ഹുജ്ജത്തുല്ലാഹുൽ ബാലിഗയുടെ മൗദു എന്ത്? ഇൽമു സിയാസ, ഇൽമുൽ ഇജ്തിമാ, ഇൽമുൽ കലാം, ഇൽമു താരീഖ്. എല്ലാവരും ആയിട്ടില്ലല്ലോ, ഇനി ആളുകളുണ്ട്. എല്ലാവരും ആൻസർ പറയണേ. ഓപ്ഷൻ സി ആണ്, ഇൽമുൽ കലാമാണ് കേട്ടോ ഉത്തരം. ഇൽമുൽ കലാമാണ് ആൻസർ. നെക്സ്റ്റ് ചോദ്യം. താജുൽ അറൂസ് കിതാബുൻ ഖയ്യിമുൻ അല്ലെങ്കിൽ ഖയ്യിമുൻ അല്ലഫഹു മുർത്തദ അസ്സുബൈദി വഹുവ ശർഹുൻ ഷാമിലുൻ ലി. എന്തിന്റെ ഷർഹാണ് താജുൽ അറൂസ്?
ഇതൊക്കെ അഹമുൽ മുഅല്ലഫാത്തുൽ ഹിന്ദി എന്ന ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ബേസിക് ആയിട്ടാണ് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. നേരത്തെ നമ്മൾ മുഹമ്മദ് അലി തഹാനിയുടെ പുസ്തകം ചർച്ച ചെയ്ത സമയത്തും ഒക്കെ കണ്ടില്ലേ? നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ആണല്ലേ, ഫൈറൂസാബോദിയുടെ ഖാമുസുൽ മുഹീത്തിന് എഴുതിയ ഷറഹാണ് താജുൽ അറൂസ് എന്ന് പറയുന്നത്. ഓക്കെ, താജുൽ അറൂസ് ഈ മുർത്തല്ല അസ്സുബൈദി. നെക്സ്റ്റ് ചോദ്യം, റത്തിബ് അൽ ഉദബ അൽ മദ്കൂരിൻ അദ്നാഹു ഹസ്ബ തവാരീഖി മീലാദിഹിം. ജനന ഓർഡർ അനുസരിച്ച് ക്രമീകരിക്കാനാണ് പറയുന്നത്. ജനന ഓർഡർ അനുസരിച്ച് ക്രമീകരിക്കാനാണ് പറയുന്നത്. റത്തിബ് അൽ ഉദബ അൽ മദ്കൂരിൻ അദ്നാഹു ഹസ്ബ തവാരീഖി മീലാദിഹിം. അബ്ദുൽ അസീസ് അൽ മൈമനി, ഷാഹു വലിയുല്ലാഹി ദഹ്ലവി, നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജി, അബ്ദുൽ ഖാദിർ സൽഫരി. വളരെ ഈസിയാണ് ഇത് ആൻസർ ചെയ്യാൻ. മക്കളെല്ലാവരും ആൻസർ പറയുങ്ങളെ. നല്ല നമ്മൾ പഠിച്ചത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ നമുക്ക് തന്നെ വിലയിരുത്താനുള്ള ഒരു അവസരം കൂടിയാണിത്. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണല്ലേ. ആദ്യം ഷാഹു വലിയുല്ലാഹി ദഹ്ലവി ആണ്. ഷാഹു വലിയുല്ലാഹി ദഹ്ലവിയുടെ ജനന മരണ വർഷങ്ങൾ ഏതാണ്? 1702, 1762. ഓക്കെ, നെക്സ്റ്റ് നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജി. 1832. 1832, 1880. 1890. 1832 ടു 1890 ആണ് നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജി. നെക്സ്റ്റ് അബ്ദുൽ അസീസ് അൽ മൈമനി. 1888. ടു 1888 ജനിച്ച് 1978 അബ്ദുൽ അസീസ് അൽ മൈമനി മരണപ്പെടുന്നത്. ലാസ്റ്റ് അബ്ദുൽ ഖാദിർ സൽഫരി. 1895, Yeah. 1943. യെസ്, 1895 ടു 1943. ഒന്നുകൂടി പറയാണ്, ഷാഹു വലിയുല്ലാഹി ദഹ്ലവി 1702 ടു 1762, നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജി 1832 ടു 1890, അബ്ദുൽ അസീസ് അൽ മൈമനി 1888 ടു 1978, ലാസ്റ്റ് അബ്ദുൽ ഖാദിർ സൽഫരി 1895 ടു 1943. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. شاعر مفلق وعالم كبير ولا التدريس في آخر عمره في الكلية الشرقية أورينتال كوليج بلاهور. له مصنفات جليلة ممتعة، منها حاشية على تفسير البيضاوي وحاشية على تفسير الجلالين. Options: حميد الدين الفراهي، محمد ناظم الندوي، أنور شاه الكشميري، فايل حسن السهارنفوري. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിച്ചു നോക്ക്. ഇതിനു മുമ്പ് വന്ന ക്വസ്റ്റ്യനൊക്കെ ഇതിൽ എല്ലാം കൂട്ടിച്ചേർത്തിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് ഒരു ക്വസ്റ്റ്യനായി മാറുകയാണ് ചെയ്തത് അല്ലേ? ആൻസർ നമുക്കറിയാം, ഫൈസൽ ഹസൻ സഹാറൻഫുരിയാണ്. നേരത്തെ ഫസ്റ്റ് ചോദിച്ചെന്താണ്? ഓറിയന്റൽ കോളേജിൽ പഠിപ്പിച്ചു എന്നുള്ള ചോദിച്ചു. പിന്നെ നേരെ എന്തു വന്നു? തഫ്സീറുൽ ജലാലൈനി അദ്ദേഹത്തിന്റെ രചനയാണെന്നുള്ളത് ചേരുംപടിയിലായിട്ടും അങ്ങനെ എല്ലാതെയും ചോദിച്ചു. ഇക്കൂട്ടത്തിൽ നമുക്കൊരു പുതിയ പുസ്തകം കൂടി കിട്ടി, തഫ്സീറുൽ ബൈലാവി കൂടി അദ്ദേഹത്തിന് ഉണ്ടെന്ന് മനസ്സിലായി. തഫ്സീർ ബൈലാവിക്കും ഹാഷ്യ എഴുതിയിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഈ വൈക്ക് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ആഡ് ചെയ്ത് ഇങ്ങനെ പോവാണ്. അപ്പൊ അത് നോട്ട് ചെയ്യാം, മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം 2 സ്റ്റേറ്റ്മെന്റ് ആണ്. كان شاه ولي الله الدهلوي محدثا وتأليفاته كلها عن علم الحديث. ശരിയായ സ്റ്റേറ്റ്മെന്റ് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. നോക്കാം നമുക്ക്. ഓപ്ഷൻ സി ആണല്ലേ, അദ്ദേഹം മുഹദ്ദിസ് ആണ്. അതൊക്കെയാണ്. തഅലീഫാത്തുഹു കുല്ലഹാ അൻ ഇൽമുൽ ഹദീസ് എന്നുള്ള തെറ്റാണ്. അദ്ദേഹത്തിന്റെ തഫ്സീറിലും താരീഖിലും അങ്ങനെ തുടങ്ങിയ ഇൽമുൽ ഹദീസിലും പല വൈജ്ഞാനിക മേഖലകളിലും അദ്ദേഹത്തിന് എന്തുണ്ട്, രചനകളുണ്ട് എന്ന് നമുക്കറിയാം. നെക്സ്റ്റ് ചോദ്യം. شرح بسيط على ديوان الحماسة إذا حبت ريح الإيمان القول الجميل في بيان سواء السبيل الثورة الهندية.
ഇത്തരം ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒന്നോ രണ്ടോ പുസ്തകം ഉണ്ടാവുമല്ലോ, മിനിമം ഒന്നെങ്കിലും ഉണ്ടാവുമല്ലോ, അത് ആദ്യം കണക്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എന്നാൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എ തന്നെയാണ് എല്ലാവരുടെയും ആൻസർ ശരിയാണ് അല്ലേ. ഷാവലി റഹ്മത്തുള്ളാഹിയുടെ രചനയാണ് അൽ ഖൗലുൽ ജമീൽ ഫി ബയാനി സവാഇ സബീൽ. അബുൽ ഹസൻ അലി നദിയുടെ രചനയാണ് ഇദാ ഹബ്ബത്ത് റീഹുൽ ഈമാൻ. എത്ര തവണയായ പുസ്തകം മാത്രം റിപ്പീറ്റഡായി വന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇദാ ഹബ്ബത്ത് റീഹുൽ ഈമാൻ. അതിലൊക്കെ ഖൈറാബാദിയുടെ രചനയാണ് സൗറത്തുൽ ഹിന്ദിയ. ഇതിനു മുമ്പുള്ള എക്സാമിലും നമ്മൾ ചർച്ച ചെയ്തു. ഫൈദൽ ഹസൻ സഹാറൻപൂരിയുടെ രചനയാണ് ഷറഹുൻ ബസീത്തുൻ അല ദീവാനുൽ ഹമാസ. ഹമാസക്ക് അദ്ദേഹം ഷറഹ് എഴുതിയിട്ടുണ്ട്, നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. നെക്സ്റ്റ് ചോദ്യം, ലൈസ മിൻ മുഅല്ലഫാത്തി നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജി. രണ്ട് രചനകൾ എന്തല്ല ഇദ്ദേഹത്തിന്റെ അല്ലാത്തതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ലൈസ മിൻ മുഅല്ലഫാത്തി നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജി. ഓപ്ഷൻസ് അൽ ഇൻസാഫു ഫി ബയാനി സബബിൽ ഇഖ്തിലാഫ്, ഔനുൽ ബാരി, തഹ്ഖീഖുൽ ഇഷാറ ഇല തഅമീമുൽ ഇഷാറ ബിൽ ജന്ന, അത്താജുൽ മുക്കല്ലി. എല്ലാവരും ആൻസർ ആയോ? ഇനിയുണ്ടല്ലോ. നോക്കാം. ഓപ്ഷൻ എ ആണ് ശരി അല്ലേ. എയും സിയും അദ്ദേഹത്തിൻ്റെതല്ല. അൽ ഇൻസാഫു ഫി ബയാനി സബബിൽ ഇഖ്തിലാഫ് ഇതാരുടെ രചനയാണ്? ഷാവലിയാണോ? യെസ്, ഷാവലി റഹ്മത്തുള്ളാഹിയുടെ രചനയാണ് ഇത്. അൽ ഇൻസാഫു ഫി ബയാനി സബബിൽ ഇഖ്തിലാഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് തഹ്ഖീഖുൽ ഇഷാറ ഫി തഅമീമിൽ ബിഷാറ ഇതാരുടെ രചനയാണെന്നറിയോ? അല്ല, നമുക്ക് പഠിക്കാനില്ലാത്ത ഒരാളുടെ അബ്ദുൽ ഹക്ക് ദഹ്ലവിയുടേതാണ് കേട്ടോ. അബ്ദുൽ ഹക്ക് ദഹ്ലവിയുടെ രചനയാണ്, നമ്മൾ സിലബസിൽ ഇല്ലാത്ത ഒരാളാണ്. മറ്റു രണ്ട് പുസ്തകങ്ങളും ഔനുൽ ബാരി, താജുൽ മുക്കല്ലിൽ, ഇത് രണ്ടും ആരുടെ രചനയാണ്? നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജിയുടേതാണ്. നെക്സ്റ്റ് ചോദ്യം, ആലിമുൻ മഅറൂഫുൻ വശാഇറുൻ റാഇഉൻ മിനൽ ഹിന്ദ് തവല്ല തദ്രീസ് ബിൽ മദ്രസത്തിൽ അമീനിയ ബിദൽഹി വദറസ ബിഹാ സമാനൻ ലഹു നൈലുൽ ഫർഖദൈൻ ഫി മസ്അലത്തി റഫ്ഇൽ യദൈൻ. അൻവർ ഷാ അൽ കശ്മീരി, മുഹമ്മദ് ആലിം അൻ നദവി, ഫൈദുൽ ഹസൻ സഹാറൻപൂരി, ഫദ്ൽ ഹക്ക് ഖൈറാബാദി. നമ്മുടെ ക്ലാസ്സുകളിലും അതുപോലെ തന്നെ രാത്രിയിലെ ഡിസ്കഷനുകളിലൊക്കെ പങ്കെടുത്തവർക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഓർമ്മയിൽ വരും. പലപ്പോഴായി പലതവണ ചർച്ച ചെയ്തും കൂടിയാണ്. വെരി ഗുഡ്. അൻവർ ഷാ അൽ കശ്മീരിയുടേതാണ് അല്ലെ. അദ്ദേഹമാണ് മദ്രസത്തുൽ അമീനിയയിൽ ഒരു വർഷത്തോളം പഠിപ്പിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ രചനയാണിത് നൈലുൽ ഫർഖദൈൻ ഫി മസ്അലത്തി റഫ്ഇൽ യദൈൻ എന്ന് പറയുന്നത്. അൻവർ ഷാ അൽ കശ്മീരി. നെക്സ്റ്റ് ചോദ്യം, നമ്മൾ 2022 എത്തിയിരിക്കുകയാണ്. التقرير الشعري على رجال السند والهند كتبه القاضي طاهر المبارك فوري. മുബാറക് ഫൂരി എഴുതിയ പുസ്തകമാണ് റിജാൽ സിന്ദ് വൽ ഹിന്ദ് എന്നുള്ളത്. അതിന് കവിത കൊണ്ട് ആശംസ അറിയിച്ച വ്യക്തിത്വമാര്? മഹ്മൂദ് ബിൻ അൻ നസീർ അത്തുറാസി, അൻവർ ഷാ അൽ കശ്മീരി, ഫൈദുൽ ഹസൻ സഹാറൻപൂരി, അബ്ദുൽ മുൻഇം നമീർ. ഗസ് നിങ്ങളെ ആൻസർ, തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല. ഇതിന് ആൻസർ ചെയ്യുമ്പോൾ ഇത് 2022 വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ലാസ്റ്റ് എഴുതിയ ഒരു എക്സാം ആണ്. ഇതിൽ രണ്ട് ഓപ്ഷൻ നമുക്ക് ഒമിറ്റ് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. ഒന്ന് നോക്കാം, അൻവർ ഷാ അൽ കശ്മീരി.
അൻവർ ഷാ കശ്മീരി മരണപ്പെടുന്നത് 1933-ലാണ്. ഖാലിദ് തഹർ മുബാറക് ഫൂരി ജനിക്കുന്നത് ഏത് വർഷമാണ്? 1916-ലാണ്. അപ്പോൾ 16 ജനിച്ച് 33 എന്ന് പറയുമ്പോൾ ആവുന്നുള്ളൂ. സ്വാഭാവികമായിട്ട് ആ പ്രായത്തിൽ അദ്ദേഹം പുസ്തകം എഴുതില്ല നമുക്ക് സങ്കല്പിക്കാം. അൻവർ ഷാ കശ്മീരി നമുക്ക് ഒഴിവാക്കാം. ഫൈസൽ ഹസൻ സാനഫൂരി 1888-കളിലാണ്. അപ്പം അദ്ദേഹം എന്താണ് ഖാലിദ് തഹർ മുബാറക് ഫൂരി ജനിക്കുന്നതിന് മുമ്പേ മരണപ്പെട്ടു പോയ മനുഷ്യൻ ആണ്, പണ്ഡിതനാണ് ആര്? ഫൈസൽ ഹസൻ സാനഫൂരി. അപ്പൊ രണ്ടുപേരെ നമുക്ക് ഒഴിവാക്കാം. പിന്നെ നമുക്ക് 2 ഓപ്ഷനാണ് മുമ്പിലുള്ളത്, അബ്ദുൽ മുൻഅമിൻ നമീറും മഹ്മൂദ് ബിൻ നസീർ അത്തുറാസിയും. ഓക്കെ, നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിച്ചു നോക്ക്. ഏതായാലും ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. മഹ്മൂദ് ബിൻ നസീർ അത്തുറാസി ആണ് ആൻസർ. അദ്ദേഹം എനിക്ക് തോന്നുന്നത് മദീന യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിരുന്നു ആ സമയത്ത്. പിന്നെ അദ്ദേഹം എന്തായിട്ടുണ്ട്, ഇതിനെ കുറിച്ച് കുറെ വരികളിൽ ഒരു കവിത എഴുതിയിട്ടുണ്ട് കേട്ടോ. അബ്ദുൽ മുൻഅമിൻ നമീർ താരിഖുൽ അദബുൽ ഹിന്ദിനെ കുറിച്ചൊരു പുസ്തകം എഴുതിയ ആളാണ്. ഇന്ത്യയിലെ അറബിക് ലിറ്ററേച്ചറിനെ കുറിച്ചും അതുപോലെ ഇന്ത്യയിലെ ഇസ്ലാമിനെ കുറിച്ചും ഒക്കെ പുസ്തകം എഴുതിയ ആളാണ് അബ്ദുൽ മുൻഅമിൻ നമീർ എന്ന് പറയുന്നത്. പക്ഷേ ഖാലിദ് തഹർ മുബാറക് ഫൂരിയുടെ റിജാലു സിന്ധ് വൽ ഹിന്ദിന് കവിത കൊണ്ട് ആശംസ അറിയിച്ച ആളാരാണ്? മഹ്മൂദ് ബിൻ നസീർ അത്തുറാസിയാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. كتاب معارف العوارف في العلوم والمعارف للشيخ عبد الحي الحسني طبع من دمشق. الثقافة الإسلامية في الهند، جنة المشرق ومطلع النور المشرق، الهند في العهد الإسلامي، تلخيص الأبرار. നോക്കാം. ഓപ്ഷൻ എ ആണ് അല്ലെ, സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ്. മറ്റു 3 പുസ്തകങ്ങൾ ആരുടേതാണ്? മറ്റു 3 പുസ്തകങ്ങൾ ആരുടേതാണ്? കേൾക്കില്ല. അബ്ദുൽ ഹയ്യുൽ ഹസൻ. യെസ്, അദ്ദേഹത്തിന്റെ തന്നെയാണ് മറ്റു 3 പുസ്തകങ്ങളും. അതായത് ഓപ്ഷനിലുള്ള 4 പുസ്തകങ്ങൾ ആരുടേതാണ്? അബ്ദുൽ ഹയ്യുൽ ഹസനിയുടേത് തന്നെയാണ്. നോട്ട് ചെയ്ത് മനസ്സിലാക്കുക. അൽ ഹിന്ദുൽ ഫിൽ അഹ്ദുൽ ഇസ്ലാമി റിപ്പീറ്റഡ് ആയിട്ട് വന്നു. തൽഖീസുൽ അബ്റാറിന്റെ മറ്റൊരു പേര്, തൽഖീസുൽ അബ്റാറിന്റെ മറ്റൊരു പേര് പെട്ടെന്ന്, തൽഖീസുൽ അബ്റാറിന്റെ മറ്റൊരു പേര് കേൾക്കില്ല. ഷഹാന എന്തോ പറയണ്ടോ? കേൾക്കുന്നില്ല. തഹദീബുൽ അഖ്ലാഖ്. യെസ്, തഹദീബുൽ അഖ്ലാഖ് ഹദീസിൽ പുസ്തകമാണ്. തൽഖീസുൽ അബ്റാറിന്റെ മറ്റൊരു പേരാണ് തഹദീബുൽ അഖ്ലാഖ് എന്നുള്ളത്. ഓക്കെ, തഹദീബുൽ അഖ്ലാഖ് എന്നുള്ളത്. മറ്റു പുസ്തകങ്ങളൊക്കെ നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ചോദ്യം. الشاعر الهندي الذي حرض الناس على امتناع عن دفع الضرائب المستحقة للحكومة وحبسته الحكومة وحاكمته. فضل هيك خيرابادي، أنور شاه الكشميري، محمد ناظم الندبي، القاضي عمر البلنقوطي. ഇത് വിശദീകരിക്കേണ്ടതില്ല തോന്നുന്നു അല്ലെ. നികുതി നിഷേധ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ നായകൻ ആര് എന്നുള്ളതാണ്? ഉമർ ഖാദി അൽ ബലങ്കൂത്തിയാണ്. ഓക്കെ, ഏതെങ്കിലും ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കണേ. നെക്സ്റ്റ് ചോദ്യം. താജുൽ അറൂസ് മുർത്തള സിബുയിയുടെ രചനയാണ്. അതിന്റെ മൗദു എന്ത്? താജുൽ അറൂസ് لمرتضى الزبيدي في موضوع. ഓപ്ഷൻ സി ആണ്, ലുഗയാണ് അല്ലെ. കാമുസുൽ മുഹീത്തിന്റെ ഷറഹാണ് ഇത്. താജുൽ അറൂസ് നമ്മൾ പറഞ്ഞു, ഫൈറൂസാബാദിയുടെ കാമുസുൽ മുഹീത്തിനിക്ക് മുർത്തള സുബൈദി എഴുതിയ ഷറഹാണ് ഇത്. താജുൽ അറൂസ് നമ്മൾ പറഞ്ഞു, നേരത്തെ ചർച്ച ചെയ്തിരുന്നു. അത് ഏതാണ്? ലുഗയാണ്, ഭാഷയിൽ വരുന്ന ഡിക്ഷണറി ആണത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ലൈസ മിൻ തഅലീഫാത്തി നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജി. ഖനൂജിയുടേതല്ലാത്ത രചന ഏത് എന്നാണ് ചോദ്യം കേട്ടോ. ഖനൂജിയുടേതല്ലാത്ത രചന ഏത്?
ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മറ്റു 3 പുസ്തകങ്ങളും ഔനുൽ ബാരിയും ഇക്ലീൽ കറാമ ഹലറാത്തു തജല്ലി, ഇത് 3ഉം സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജിയുടേതാണ്. ഔനുൽ ബാരി, ഔനുൽ മഅബൂദ് എന്ന് പറയുന്നു, ഔനുൽ മഅബൂദ് അല സുനനി അബി ദാവൂദ്, സുനൻ അബൂ ദാവൂദിനെ എഴുതിയ ഷറഹാണ് ഔനുൽ മഅബൂദ് എന്ന് പറയുന്നത്. അത് എഴുതിയത് ഷെയ്ഖ് മുഹമ്മദ് ഷംസുൽ ഹഖ് അലീമാബാദിയാണ്. വലിയ മുഹദ്ദിസാണ്. ഷെയ്ഖ് ഷംസുൽ ഹഖ് അലീമാബാദി എന്ന പണ്ഡിതനാണ് എഴുതിയത് കേട്ടോ. മറ്റു 3 പുസ്തകങ്ങളും ഔനുൽ ബാരി, ഇക്ലീലുൽ കറാമ, ഹലറാത്തു തജല്ലി, ഈ 3 പുസ്തകങ്ങളും നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജിയുടേതാണ്. നെക്സ്റ്റ് ചോദ്യം, റത്തിബ് അൽ ഉലമ അൽ മദ്കൂരിന അദ്നാഹു ഹസ്ബ തവാരീഖി വഫാത്തിഹിം, മരണ ഓർഡർ അനുസരിച്ച് ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അൻവർ ഷാ അൽ കശ്മീരി, മുർത്തള സുബൈരി, അബ്ദുൽ ഖാദിർ സൽഫരി, ഖാലി ഉമർ അൽ ബലങ്കൂട്ടി. ഓക്കെ, നമുക്ക് നോക്കാം. വ്യത്യസ്തമായ ആൻസറുകൾ വരുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ആരും ബി പറഞ്ഞില്ല, അത് ശരിയായില്ല കേട്ടോ. ആരും ബി പറഞ്ഞില്ല, എന്താ പറ്റിയറിയില്ല. നമുക്ക് നോക്കാം. മരണ ഓർഡർ അനുസരിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? മരണ ഓർഡർ അനുസരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നും വേണ്ട, നിങ്ങൾ ഒറ്റ ഓപ്ഷൻ നോക്കിയാൽ മതിയായിരുന്നു. ഇതെന്താണ് തെറ്റിയതെന്ന് എനിക്കറിയില്ല. ഒറ്റ ഓപ്ഷൻ അബ്ദുൽ ഖാദിർ സൽഫരി എന്ന് മാത്രം നോക്കിയാൽ മതി. അദ്ദേഹമാണ് അവസാനം മരിക്കുന്നത് ഈ കൂട്ടത്തിൽ. നോക്ക്, അദ്ദേഹം 1895 ജനിച്ച് 1943 മരണപ്പെടുന്നത്. സി ലാസ്റ്റ് വരുന്നത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. നോക്ക്, സി ലാസ്റ്റ് വരുന്നത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ആദ്യം മുർത്തള അസുബൈദിയാണ്, ശേഷം ഖാലി ഉമർ അൽ ബലങ്കൂത്തിയാണ്, ശേഷം അൻവർ ഷാ അൽ കശ്മീരിയാണ്, അവസാനം അബ്ദുൽ ഖാദിർ സൽഫരിയാണ്. അബ്ദുൽ ഖാദിർ സൽഫരിയാണ്. വർഷങ്ങൾ ഓർമ്മ ഉണ്ടോ? മുർത്തള സുബൈദിയുടെ വർഷം? മുർത്തള അസുബൈദിയുടെ ജനന മരണ വർഷങ്ങൾ ആയിഷ പറയൂ, കേൾക്കണില്ല. പറയണ്ടോ? കേൾക്കണില്ല. മരണം 1790 മരണം 1790. ഓക്കെ, 1732 1790. യെസ്, വളരെ ഈസിയാണ്. നമുക്ക് 1732 ജനിച്ച് 1790 മുർത്തള സുബൈദി. അതിന്റെ കൂടെ 100 വർഷം ചേർത്താൽ സിദ്ദീഖ് ഹസൻ ഖാൻ ഖനൂജി 1832 ജനിച്ച് 1890 മരണപ്പെടുന്നു. ഓക്കെ, അപ്പൊ 1732 ടു 1790 മുർത്തള സുബൈദി. ശേഷം വരുന്നതാണ് ഖാലി ഉമർ അൽ ബലങ്കൂത്തിയാണ്. 1763 ജനിച്ച് 1857 ഉമർ ഖാലി അൽ ബലങ്കൂത്തി. ഓക്കെ, ശേഷം അൻവർ ഷാ അൽ കശ്മീരി. ഈസിയാണ് അൻവർ ഷാ കശ്മീരിയുടേത്. ഒരു പോയറ്റിലുള്ള ഒരാളുടെ ജനന വർഷമായിട്ട് ബന്ധമുണ്ട്. 1875 1933. 1875 ജനിച്ച പോയറ്റ് ആരാ മോഡേൺ ലിറ്ററേച്ചറിൽ? പെട്ടെന്ന് പറയണം. മർസഫി. കേട്ടില്ല. ഹുസൈൻ മർസഫി. മാറൂഫ് റുസാഫി അല്ലെ? 1875 ടു 1945. യാ. പിന്നെ അബ്ദുൽ ഖാദിർ സൽഫരി നമ്മൾ പറഞ്ഞു 1895 ജനിച്ചു, 1943 മരണപ്പെട്ടു. നെക്സ്റ്റ് ചോദ്യം, സിൽ മാ ഫിൽ അമൂദ് അലിഫ് മാ യുനാസിബു ഫിൽ അമൂദ് ബ. അബ്ദുൽ ഖാദിർ സൽഫരി, നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജി, അബുൽ ഹസൻ അലി അന്നദവി, അഷ്ഷെയ്ഖ് അഹ്മദ് സൈനുദ്ദീൻ അൽ മലൈബാരി. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കൂ. ഓപ്ഷനും അതേപോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും.
ആൻസറുകൾ വരട്ടെ. ഓപ്ഷൻ ഡി ആണ് അല്ലേ? ഒറ്റ നോക്കിയാൽ നിങ്ങൾ. ഷെയ്ഖ് അഹമ്മദ് സൈനുദ്ദീൻ അൽ മലൈബാരിയുടേതാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. 4B വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് ഓപ്ഷൻ ഡി ആണ്. അത് മാത്രം കിട്ടിയാൽ നമ്മൾ ആൻസറിലെത്തി. പിന്നെ മറ്റു പുസ്തകങ്ങൾ നോക്കിയാൽ മതി. അബ്ദുൽ ഖാദർ ഫൽഫരിയുടേതാണ് ജവാഹിറുൽ അഷ്ആർ ഫി ഖറായിബിൽ ഹക്കായത്ത് വൽ അഖ്ബാർ. നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജിയുടേതാണ് ഇത് സിറാജുൽ വഹാജ്. നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ചർച്ച ചെയ്തു. അബുൽ ഹസൻ അലി നദവിയുടേതാണ് മുദക്കറാത്തുൻ സഈഹുൻ ഫി ശർഖിൽ ഔസത്ത്. അത് അത്ര ഫെമിലിയർ അല്ലാത്തൊരു പുസ്തകമാണ്. പക്ഷെ മറ്റു 3 പുസ്തകങ്ങൾ നമുക്ക് ഫെമിലിയർ ആയൊരു പുസ്തകമാണ്. ഇതിലൂടെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. شكلوا فتح الخبير بما لا بد من حفظه في علم التفسير للشاه ولي الله الدهلوي فصل خامس من كتابي. ഇതൊരു പുസ്തകത്തിന്റെ 5ാമത്തെ അധ്യായം ചേർത്ത് വെച്ചിട്ടാണ് ഫതഹുൽ ഖബീർ എന്ന പുസ്തകം ഷാഹ് വലി അല്ലാഹ് ദഹ്ലവി ഉണ്ടാക്കുന്നത്. ഏത് പുസ്തകത്തിൻ്റെതാണെന്നാണ് ചോദ്യം. യെസ്, ഓപ്ഷൻ എ ആണ് അല്ലെ, ഫൗസുൽ കബീർ ആണ്. മറ്റു 3 പുസ്തകങ്ങളും ആരുടേതാണ്? ഷാഹ് വലി അല്ലാഹ് ഷാഹ് വലി അല്ലാഹ് ദഹ്ലവി റഹ്മത്തുള്ളാഹിയുടേതാണ്. ഈ 3 പുസ്തകങ്ങളും ഓപ്ഷനിലും ക്വസ്റ്റ്യനിലൊക്കെ വന്നു പോയതുമാണ്. നോക്കി നോക്ക്. അൽ ഖൗലുൽ ജമീൽ ഫി ബയാനി സവാഇ സബീലും ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗീൻ മുസവ്വ ഫി ശറൽ മുവത്ത ഒക്കെ എന്താണ് ക്വസ്റ്റ്യനായിട്ടും ഓപ്ഷനായിട്ടൊക്കെ വന്നു പോയിട്ടുള്ളതാണ്. ഓക്കെ, എത്തരം പുസ്തകങ്ങൾ നോട്ട് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആയത്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലാസ്സിൽ ഞാൻ അതൊക്കെ സൂചിപ്പിച്ചിരുന്നു, ഇന്ന് ഓർമ്മപ്പെടുത്തിയത് മാത്രം. നെക്സ്റ്റ് ചോദ്യം. ആലിമൻ മുഹദ്ദിസൻ സൂഫിയും മിനൽ ഹിന്ദ് ബായഅ വാലിദഹു അല ത്വരീഖത്തി നഖ്ശബന്ദിയ ലഹു മുഅല്ലഫാത്തുൻ കസീറ. ഓപ്ഷൻ ഡി ആണ്, ഷാഹ് വലി അല്ലാഹ് ദഹ്ലവി റഹ്മത്തുള്ളാഹി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഖസീദത്തുൻ അല്ലഫൽ ആസി ഖസീദത്തുൻ ബദിഅത്തുൻ മുറത്തബത്തുൻ വിസ്ഖൽ ഹുറൂഫിൽ ഹിജായിയ തറദഹ അശ്ശഅറുൽ ഹിന്ദി. ഖാദി ഉമർ ബലങ്കൂത്തിയുടെ മുളക്കാദി അൽ ബലങ്കൂത്തിയുടെ രചനയാണിത്, അല്ലഫൽ ആസി എന്നുള്ളത്. നെക്സ്റ്റ് ചോദ്യം. ഷാഇറുൻ ഹിന്ദിയൻ ലഹു മുഅല്ലഫാത്തുൻ കസീറത്തുൻ മിൻഹാ സഹ്ലു സബിയ ഫി ദറാസത്തിൽ ലുഗ അൽ അറബിയ ദൽ ഹാഷിയത്തുൻ അലാ ശറഹി ഖത്ർനദ. ഗുലാം അലി ആസാദ് ബൽഗ്രാമി, അൻവർ ഷാ അൽ കശ്മീരി, അബ്ദുൽ ഖാദിർ ഫൽഫരി, മുഹമ്മദ് ആലിം നദവി. യെസ്, ശരിയാണ്. ഏതാണ്? അബ്ദുൽ ഖാദിർ ഫൽഫരി ആണ് അല്ലേ? അദ്ദേഹത്തിന് വളരെ കുറച്ച് പുസ്തകങ്ങളേ ഉള്ളൂ. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. നെക്സ്റ്റ് ചോദ്യം. മരണ ഓർഡർ അനുസരിച്ച് ക്രമീകരിക്കാനാണ് പറയുന്നത്. തവാരീഖ് വഫാത്തിഹിം. നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജി, ഹമീദുദ്ദീൻ അൽ ഫറാഹി, ഷാഹ് വലി അല്ലാഹ് ദഹ്ലവി, ഫൈദുൽ ഹസൻ അസ്സഹാറൻഫൂരി. ഇതും എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണേ. നമുക്ക് നോക്കാം. സി ആണല്ലേ ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് വരുന്നത് അല്ലേ? എങ്ങനെയാണ് വരുന്നത്? ഫസ്റ്റ് ഷാഹ് വലി അല്ലാഹ് ദഹ്ലവി, വർഷം പറയൂ പെട്ടെന്ന്. 1702, 1762. ഓക്കെ, നെക്സ്റ്റ് ഫൈദുൽ ഹസൻ സഹാറൻഫൂരി. 1816. മരണം 1887. 1816 ജനിച്ച 1887 ഫൈദുൽ ഹസൻ സഹാറൻഫൂരി. നെക്സ്റ്റ് നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ ഖനൂജി. 1832.
1832 to 1890. ഹമീദുദ്ദീൻ അൽ ഫറാഹി. 1863 1930. യെസ്, 1863 ടു 1930 ഹമീദുദ്ദീൻ അൽ ഫറാഹി അല്ലേ? യെസ്. 1930 ഒരു കവി ജനിക്കണ്ടല്ലോ, അസുൽ ഹദീസ്. അഹമ്മദ് സയ്യിദ് അഡോണിസ്. യെസ്, അഡോണിസ്. അഹമ്മദ് സയ്യിദ് അഡോണിസ് 1930 ജനിച്ച് മരിച്ച വർഷം മരിച്ചിട്ടില്ലല്ലോ. യെസ്, ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ് അല്ലേ? ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഓക്കെ, ഇതൊക്കെ അല്ലേ? ഇപ്പൊ വർഷങ്ങളൊക്കെ നോട്ട് ചെയ്യണേ. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയി പറയിപ്പിക്കുന്ന നിങ്ങൾ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് ചോദ്യം. الجزء الأول من كتاب نزهة الخواطر يتضمن تراجم علماء الهند من القرن الأول إلى قرنه. അതായത് നുസുഹത്തുൽ ഖവാത്തിർ എത്ര വള്ളിയാണ്, എത്ര ജുസാണ്? നുസുഹത്തുൽ ഖവാത്തിർ എത്ര ജുസാണ്? കേട്ടില്ല. 4. നുസുഹത്തുൽ ഖവാത്തിർ 8 4 യെസ്, 4 അല്ലെങ്കിൽ 8? 8 അടി. 8 വാള്യാണത്. 4 എന്താ പെട്ടെന്ന് ഓർമ്മ വന്ന് എനിക്ക് മനസ്സിലായി. സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദാണ് 4 ബാബുകളുള്ള പുസ്തകം. സിബഹത്തുൽ മർജാന് 2 വാള്യങ്ങളാണ്, 4 അല്ലല്ലോ. 2 വാള്യങ്ങളായിട്ടാണ് അവസാനം പ്രസിദ്ധീകരിച്ചത് എന്നാണ് പറഞ്ഞത്. 4 നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല ഇൻഡോ അറബിക് ലിറ്ററേച്ചറിൽ. പിന്നെ കിതാബുൽ കാമിൽ മുബരിദ് 4 വാള്യങ്ങളാണ്, 4 അധ്യായങ്ങളാണ്, 4 പാർട്ടുകളായിരിക്കും. ഒന്ന് ഇന്ത്യയെ കുറിച്ച് തഫ്സീറിലും ഹദീസിലും വന്നതും അങ്ങനെയൊക്കെ പറഞ്ഞു പോയ 4 പാർട്ടുകളായിട്ടാണ് അതുള്ളത് എന്നാണ് പറഞ്ഞത്, അല്ലാതെ 4 വാള്യങ്ങളല്ല. അപ്പൊ 2 വാള്യം 4 അധ്യായം അങ്ങനെയാണോ? യെസ്, സത്യത്തിലെ 1 വാള്യാണ് ആ പുസ്തകം. പിന്നീട് തഹ്കീക്ക് ചെയ്ത് അതിനെ അവസാനമായി പ്രസിദ്ധീകരിച്ചത് 2 വാള്യങ്ങളായിട്ടാണ് എന്നുള്ളതാണ്. അദ്ദേഹം എഴുതുന്ന സമയത്ത് എന്തേ ഉള്ളൂ, ഒറ്റ വാള്യമായിട്ടാണ് എഴുതിയത്. 4 ഭാഗങ്ങളായിട്ട്, 4 അധ്യായങ്ങളായി തിരിച്ചിട്ട്, 4 ജുസുകളാക്കി തിരിച്ചിട്ടാണ് എഴുതിയത്. മാറിപ്പോകരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. നുസ്ഹത്തുൽ ഖവാത്തിർ 8 വാള്യങ്ങളാണ്. 8 വാള്യങ്ങൾ. നമുക്ക് നോക്കാം. യെസ്, ഒന്നാമത്തെ ഞാൻ പറയാത്, ഒന്നാമത്തെ വാള്യത്തിൽ 1 മുതൽ 7 നൂറ്റാണ്ട് വരെയുള്ള പണ്ഡിതന്മാരേത്, രണ്ടാമത്തേതിൽ 8-ാം നൂറ്റാണ്ട്, മൂന്നാമത്തേതിൽ 9-ാം നൂറ്റാണ്ട്, നാലാമത്തേതിൽ 10-ാം നൂറ്റാണ്ട്, അഞ്ചാമത്തേതിൽ 11, ആറാമത്തേതിൽ 12, ഏഴാമത്തേതിൽ 13, എട്ടാമത്തേതിൽ 14. ഇങ്ങനെ 14 നൂറ്റാണ്ടിലുള്ള പണ്ഡിതന്മാരെയാണ് ഏതിൽ പരിചയപ്പെടുത്തുന്നത്? നുസ്ഹത്തുൽ ഖവാത്തിർ വ ബഹ്ജത്തുൽ മസാമിഅ വൻ നവാലിർ എന്ന കൃതിയിൽ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ മറ്റൊരു പേര് സ്വീകരിച്ചത്. മിൻ ഐന തുബിഅ ഹാദൽ കിതാബ്? ബൈറൂത്തിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്. നെക്സ്റ്റ് ചോദ്യം. ഇത് നമ്മൾ ചർച്ച ചെയ്തൊരു ചോദ്യമാണ് അല്ലേ? സ്കിപ്പ് ചെയ്യട്ടെ. സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ് നമ്മൾ പറഞ്ഞ ചോദ്യമാണ്, റിപ്പീറ്റഡ് ആയി വന്നതാണ്. സോറി, ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയി വന്നിട്ടുണ്ട്. കാലംകുത്തിയാണ്. നെക്സ്റ്റ് ചോദ്യം. عالم محدث وصوفي من الهند له مؤلفات قيمة منها الفوز الكبير. فضلك خيرابادي، عمر قاضي البلنغوتي، شاه ولي الله دهلوي، غلام علي آزاد بلغرامي. ഓക്കെ അല്ലേ? ആരാണ്? ഷാഹു വലി അല്ലാഹി ദഹ്ലവിയാണ്. ഫൗസുൽ കബീർ ഫി ഉസൂൽ തഫ്സീർ എന്നുള്ളതാണ്. ഓക്കെ, അതിന്റെ 5-ാമത്തെ അധ്യായം മാത്രം എടുത്തൊരു പുസ്തകമാക്കിയിട്ടുണ്ട്. ഏതാണത്? ഫത്ഹുൽ ഖബീർ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. സിബഹത്തുൽ മർജാൻ ഫി ആസാരി ഹിന്ദുസ്ഥാൻ കിതാബുൻ ഖയ്യിമുൻ അല്ലഫഹു അൽമീർ ഗുലാം അലി ആസാദ് ബൽഗ്റാമി യശ്തമിൽ അൽ ഫസ്ൽ الثاني من هذا الكتاب على 4 അധ്യായങ്ങളാണ്, 4 ബാബുകളാണ് ഇതിലുള്ളത്. അതിന്റെ 2-ാമത്തെ അധ്യായം ഏതാണ് എന്നാണ് ചോദ്യം.
ഓപ്ഷൻ എ മീസാത്ത് വഫളായിലുൽ ഹിന്ദ്, ഇൽമുൽ ബലാഗ വഫന്നുൽ ഖിതാബ, തറാജിം ഉലമാഇൽ ഹുനൂദുൽ മുസ്ലിമീൻ, മൗളൂഉൽ ഹുബ്ബി ഇൻദൽ ഹുനൂദ് വൽ അറബ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ആണ് ആൻസർ അല്ലേ? ഒന്നാമത്തേതിൽ എന്താണ്? ഒന്നാമത്തെ അധ്യായത്തിൽ എന്താണ്? ഒന്നാമത്തെ അധ്യായത്തിൽ എന്താണ്? ഖുറാനിലും ഹദീസിലും തഫ്സീറിലും ഹദീസിലും ഇന്ത്യയെ കുറിച്ച് തഫ്സീറിലും വന്ന ഹദീസിലും പരാമർശങ്ങൾ ആണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് തറാജിമുൽ ഉലമാഇൽ ഹുനൂദുൽ മുസ്ലിമീൻ ആണ്. മൂന്നാമത്തേത് മുഹ്സിനാത്തുൽ കലാം. മുഹ്സനാത്തുൽ കലാം, അതായത് കലാം. പിന്നെ ബലാഗയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നാലാമത്തേതിലോ മഅ്ശൂഖാത്ത്. ഉഷാഖ്യങ്ങളെ കുറിച്ച് അല്ലെ പറയുന്നതാണ് നാലാമത്തേത്. അങ്ങനെ 4 അധ്യായങ്ങളാണ്. നെക്സ്റ്റ് ചോദ്യം. تحفة المجاهدين في بعض الأخبار البرتغاليين كتاب هاما ألفه شيخ زين الدين الكبير الأول الشيخ عبد العزيز الشيخ محمد الغزالي شيخ زين الدين الثاني بن محمد الغزالي. ഇത് ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിന്റെ ചോദ്യം കേട്ടോ. മാറിപ്പോരുത്. ഷെയ്ഖ് സൈനുദ്ദീൻ അസ്സാനി. പൊതുവെ എന്താണ് ഷെയ്ഖ് സൈനുദ്ദീൻ എന്ന് മാത്രമേ കൊടുക്കാറുള്ളൂ. കഴിഞ്ഞ തവണയാണ് അവലാണോ സാനിയാണോ എന്നൊക്കെ കൺഫ്യൂസിലാക്കിയത്. അപ്പൊ അത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഷെയ്ഖ് സൈനുദ്ദീൻ അസ്സാനിയെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. നെക്സ്റ്റ് ചോദ്യം. هو شاعر وعالم من الهند وكان يراسل أصدقائه في الشعر العربي وله قصيدة نفائس الدرر في مدائح النبي تحتوي على 45 و600 بيتا. 645 വരികളുള്ള പ്രവാചക പ്രകീർത്തന കാവ്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ നഫായിസ് ദുറർ എന്നുള്ള രചനയും അദ്ദേഹത്തിനുണ്ട്. ഓപ്ഷൻ ഡി ഉമർഖാൻ അൽ ബലങ്കൂത്തിയുടേതാണ് അല്ല. 2 പാർട്ടുകളായിട്ടാണ്, 2 കിസ്മുകളായിട്ടാണ് ഇതുള്ളത്. ഒന്നാമത്തെ കിസ്മിൽ എന്താണ്? ഇൽമുൽ അഖായിദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. രണ്ടാമത്തെ കിസ്മിൽ പ്രവാചക പ്രകീർത്തന കാവ്യമാണ് അതിലുള്ളത്. കവിതാ രൂപത്തിലുള്ള പുസ്തകമാണ് ഇത് നഫായിസു ദുറർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. മരണ ഓർഡർ അനുസരിച്ച് ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റിക്കരുതേ, കുറെ നമ്മളിങ്ങനെ പറഞ്ഞു പോയി. ഈ പറഞ്ഞ മുഴുവൻ ആളുകളുടെയും ജനന മരണ വർഷങ്ങൾ ഏറെക്കുറെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരും ആൻസർ തെറ്റിക്കരുത്. ആൻസറുകൾ വരട്ടെ. നീ ഉണ്ടല്ലോ ആളുകൾ. യെസ്, ഓപ്ഷൻ സി ആണ് അല്ലെ. വളരെ ഈസിയാണ്. ഷാവലില്ലാതെ അലവി വർഷം പെട്ടെന്ന് പറഞ്ഞാൽ തീർക്കാം. 1702. മരണവർഷം കൂടി പറയുമ്പോ പൂർണ്ണമായിട്ട് പറയണ്ടേ. 62. 702 to 762. നെക്സ്റ്റ് കനൂജി. 832 to 890. 832 890. ശേഷം അബ്ദുൽ ഹയ്യിൽ ഹസനി 869. മരണം 923. 923. ഓക്കെ, നെക്സ്റ്റ് അബ്ദുൽ ഖാദിർ ഫൽഫരി 895. 1943. 1895 to 1943. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. كان نواب صديق حسن خان عالما كبيرا وألف كتبا قيما حول الموضوعات المختلفة ومنها كتاب نجد فيه بيان أحوال العلوم والفنون وتراجم أئمة العلوم. مسك الختام، لسان العرفان، أبجد العلوم، تاج المكلل. ഓപ്ഷൻ സി ആണ്, അബ്ജദുൽ ഉലൂം ആണ്. അബ്ജദുൽ ഉലൂം ലിൽ ഖനൂജി. എത്ര വള്ളിയാണ് അബ്ജദുൽ ഉലൂം? 2. 3 കിസ്മ്. 3 വാള്യമാണ്. 3 വാള്യങ്ങളിലായിട്ടാണ് അബ്ജദുൽ 3 കിസ്മുകൾ എന്ന് പറയാം. അതിന്റെ പേരുകൾ ഓർമ്മ ഉണ്ടോ? വഷിയുൽ മർഖൂം. പിന്നെ ഖിതാമുൽ മർഖൂം.
മൂന്നാമത്തെ. സിഹാബുൽ മർഹൂം. അസ്സഹാബുൽ മർഹൂം. പിന്നെ റഹീഖുൽ റഹീഖുൽ മർഹൂം. മഖ്തൂം. റഹീഖുൽ മഖ്തൂം. റഹീഖുൽ മർഹൂം അല്ലെ. റഹീഖുൽ മഖ്തൂം ആരുടെ രചനയാണ്? റഹീഖുൽ മഖ്തൂം കേട്ടിരുന്നോ? അത് ഇതിന്റെ തന്നെ അല്ലേ? അതല്ല, ഇത് റഹീഖുൽ ഇന്നലെ മഖ്തൂം. സാറ് പറഞ്ഞു. റഹീഖുൽ മഖ്തൂം എന്ന പേരിൽ ഒരു പ്രവാചക ചരിത്ര പുസ്തകമുണ്ട്. വളരെ പ്രശസ്തമായ രചനയാണ്. ഷാവലിൽ നിന്നല്ല, ഈ അടുത്ത കാലത്ത് എഴുതിയതാണ്. അത് എഴുതുന്ന തന്നെ ദുബായിലെ UAE നടത്തിയൊരു മത്സരത്തിന്റെ ഭാഗമായിട്ടാണ്. 3 മാസം കൊണ്ട് എഴുതിയ രചനയാണത്. അതിനാണ് അതിന് സമ്മാനം കിട്ടിയത്. അന്നത്തെ പണ്ഡിതന്മാരെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയ രചന കൂടിയാണ്. 3 മാസം കൊണ്ടാണ് ഇത്ര വിഖ്യാതമായ, വളരെ ആഴത്തിൽ പ്രവാചക ചരിത്രത്തെ വിശകലനം ചെയ്യുന്നുണ്ടുള്ള ഒരു പുസ്തകം റഹീഖുൽ മഖ്തൂം എഴുതുന്നത്. PSCക്കും കേട്ടിട്ടിനൊക്കെ പലപ്പോഴും വന്നിട്ടുള്ളതുമാണ് ഈ ചോദ്യം. റഹീഖുൽ മഖ്തൂം വളരെ രസകരമായ രചനയാണത്. PDF ഒക്കെ അവൈലബിൾ ആണ്, നിങ്ങൾ വായിക്കേണ്ടതുമാണ്. നിങ്ങൾ തന്നെ കണ്ടെത്തണം, ഞാൻ പറയില്ല. നെക്സ്റ്റ് ചോദ്യം. സമത്തുൽ ആലി അബ്ദുൽ അസീസ് ജീവിച്ചിരിക്കുന്ന മൈമൂനി. ആളാണോ? ഇല്ല, ഇപ്പം മരണപ്പെട്ടു. മൂപ്പര് വളരെ അടുത്ത് മരണപ്പെട്ട ആളാണ്. മുബാറക് പൂരിയാണ്. പേര് പൂർണ്ണമായി പറയണം. ബാറക് ഫൂരി നടിച്ച കുറെ പണ്ഡിതന്മാർ വരും. സഫിയുർ റഹ്മാൻ. സഫിയുർ റഹ്മാനും ബാറക് ഫൂരിയുടേതാണ് റഹീഖുൽ മഖ്തൂം എന്ന് പറയുന്ന രചന. ഓക്കെ, ശുക്രാൻ, ജസാക്കല്ലാഹ് ഖൈർ. നെക്സ്റ്റ് ചോദ്യം. കിതാബ് സമത്തുൽ ആലി അബ്ദുൽ അസീസ് അൽ മൈമൂനിയുടെ സമത്തുൽ ആലി എന്നുള്ള രചന ഏതാണ്? നഖദുൻ അലാ ഷെയ്റിൽ മുത്തനബ്ബി, ശറഹുൽ അമാലി അൽ ഖാലി, കിതാബുൻ ഫി താരീഖ്, കിതാബുൻ ഫിൽ ഫിഖ്. തൻബിയാണ് അല്ലെ. അമാലിൽ ഖാലിയുടെ ഷറഹിന്റെ ഇതാണ്, തഹ്ഖീഖത്താണ് ഇത്. സമത്തുൽ അലി എന്ന് പറയുന്ന ഇത് അബ്ദുൽ അസീസ് അൽ മൈമനിയുടെ. ആദ്യമായിട്ടാണ് ഇത്രയും വർഷത്തിനിടയിൽ അബ്ദുൽ അസീസ് മൈമനിയെ കുറിച്ച് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. കേട്ടോ, നിങ്ങളും കൂടി ശ്രദ്ധിച്ചു. നമ്മൾ ഇത്രയും വർഷത്ത് കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ 2019 മുതൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതിൽ അബ്ദുൽ അസീസ് മൈമനി ആകെ ചോദിച്ചിട്ടുള്ളത് ജനനമരണ ഓർഡറിലാണ്. എന്നിട്ട് പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ ഇതാണ്. നെക്സ്റ്റ് ചോദ്യം. العالم الهندي الذي وضع شرحا للمعلقات السبع وله كتاب التحفة الصديقية. നമ്മൾ പറഞ്ഞിരുന്നു സിദ്ദീഖ് ഹസൻ ഖാൻ കനൂജിക്കാണ് പുസ്തകം സമർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് തുഹ്ഫത്തു സിദ്ദീഖിയ എന്നതിന് പേര് വെച്ചത്. മുസറൈന്റെ ഹദീസാണ് അതിൽ ചർച്ച ചെയ്യുന്നത് എന്നൊക്കെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നോട്ടിലൊക്കെ അതുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. അബ്ദുൽ അസീസ് അൽ മൈമനി, ഫളലക് ഖൈറാബാദി, ഫൈദുൽ ഹസൻ സഹാറൻഫൂരി, അൻവർ ഷാ അൽ കശ്മീരി. ആൻസർ ഇല്ലേ? ഇതെല്ലാരും പോയോ? നോക്കാം. ഫൈദുൽ ഹസൻ അസ്സഹാറൻഫൂരിയാണ്. ഫൈദുൽ ഹസൻ അസ്സഹാറൻഫൂരിയാണ്. സബുൽ മുല്ലക്കയുടെ അദ്ദേഹത്തിന്റെ ഷറഹിന്റെ പേരെന്താ? നമ്മൾ ചർച്ച ചെയ്തു വേറൊരു ക്വസ്റ്റ്യൻ. റിയാലുൽ ഫൈൽ. യെസ്, റിയാലുൽ ഫൈൽ എന്നുള്ളതാണ്. റിയാലുൽ ഫൈൽ എന്നുള്ളതാണ്. റിയാലുൽ ഫൈൽ എന്നുള്ളതാണ്. യെസ്. നെക്സ്റ്റ് ചോദ്യം. ആലിമുൽ ലദി ദറസ ഫി മദ്രസത്തുൽ ഇസ്ലാം ബി കറാച്ചി, സുമ ഫി മുഹമ്മദൻ ഓർ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ബി അലിഗഡ്, സുമ ബി കുല്ലിയത്തി മയോർ ബി അലഹബാദ്. ഫൈദുൽ ഹസൻ സഹാറൻഫൂരി, ഹമീദുദ്ദീൻ അൽ ഫറാഹി, അബ്ദുൽ അസീസ് അൽ മൈമനി, മുഹമ്മദ് നാലിം അൻ നദവി. എവിടെ ആൻസറുകൾ വരട്ടെ. ഓറിയന്റൽ കോളേജ് എവിടെ വന്നാലും സഹാറൻപൂരി അല്ലേ ആൻസർ വരുള്ളൂ. ചോദ്യം ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ നന്നാവും. സഹാറൻപൂരി 1887 മരണപ്പെടുന്നത് നമ്മൾ പറഞ്ഞു. അദ്ദേഹം അലിഗറിൽ പഠിപ്പിച്ചിട്ടില്ല.
ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഹമീദുദ്ദീൻ അൽ ഫറാഹിയാണ്. ഹമീദുദ്ദീൻ അൽ ഫറാഹിയാണ്. ഓക്കെ, മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് എന്നുള്ള അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ സ്ഥാപനത്തിന്റെ പേരാണ്. ഇതാണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജാണ് പിന്നീട് 1920 യൂണിവേഴ്സിറ്റി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നത്. അവിടെ പഠിക്കുകയും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടി അവിടെ അറബിക് ഡിപ്പാർട്ട്മെന്റിൽ അധ്യാപകനായി വർക്ക് ചെയ്യുകയും ചെയ്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഹമീദുദ്ദീൻ അൽ ഫറാഹിയെ കുറിച്ച്. അതുപോലെ പിന്നീട് അലഹബാദിലേക്ക് അധ്യാപകനായി പോകുന്ന കഥയൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ അല്ലേ? ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കണേ. നെക്സ്റ്റ് ചോദ്യം. അൽ ജിൻസുൽ ഖാലി ഫി ഷറഹി ജൗഹറിൽ ആലി, ഇതാരുടെ രചനയാണ്? അൽ ജിൻസുൽ ഖാലി ഫി ഷറഹി ജൗഹറിൽ ഖാലി. നമുക്ക് നോക്കാം. ഫലഹക്ക് ഖൈറാബാദിയുടെ രചനയാണ് ഇത്, അൽ ജൻസുൽ ഖാലി ഫി ഷറഹി ജൗഹറിൽ ആലി എന്ന് പറയുന്നത്. തീരാനായിട്ടാവും, കുറച്ച് ദിവസം കൂടെ ഉണ്ടാവുള്ളൂ. അയ്യൻ അൽ ജവാബ് സ്വഹീഹ് അനി തസ്രീഹിൻ താലിയൈൻ. قال الشيخ مرتضى محمد القادري الحسيني الزبيدي كتاب تاج العروس، كتاب تاج العروس وشرحه كتاب الداد للصغاني. ഈ രണ്ട് സെന്റൻസും സ്റ്റേറ്റ്മെന്റും വിവിധ രൂപത്തിൽ നമ്മൾ ഇതിനു മുമ്പ് ഉള്ള ക്വസ്റ്റ്യനിൽ വായിച്ചു പോയി. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നോക്കുക, നിങ്ങൾ ഈ PYQ നോക്കിയത് കൊണ്ട് എത്രയോ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റഡ് ആയി പല രീതിയിൽ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റി. കുറെ ഭാഗങ്ങൾ കവർ ചെയ്യാനും പറ്റി, പ്രധാനപ്പെട്ടൊക്കെ. അതുകൊണ്ടാണ് ഈ സെഷൻ നിങ്ങൾ മിസ് ചെയ്യരുത് എന്ന് പറയുന്നത്. സ്പീഡാക്കാണ് സമയം ഇതായതുകൊണ്ട്. ഓപ്ഷൻ എ ആണ് അല്ലേ? മുസ്തഫ സുബൈദിയുടേതാണ് താജുൽ അറൂസ് എന്നുള്ളത്. അത് ഏതിന്റെ ഷറഹാണ്? ഖാമുസുൽ മുഹീത്ത് അല്ലേ? ഖാമുത്തുൽ മുഹീത്തിന്റെ ഷറഹ്, ഫൈറൂസാബാദിയുടെ ഖാമുസുൽ മുഹീത്തിന്റെ ഷറഹാണത്. നെക്സ്റ്റ് ചോദ്യം. അലിഫ് ബായും തമ്മിൽ യോജിപ്പിക്കാൻ. ഹുസ്ബ തംബിഹാത്ത് സുബഹത്തുൽ മർജാൻ ഫി ആസാർ ഹിന്ദുസ്ഥാൻ റിജാൽ സിന്ധ് വൽ ഹിന്ദ് അബുൽ അല വമാ ഇലൈഹി. ഖാലിദ് തഹർ മുബാറക് ഫൂരി, ഖാലിദ് തഹർ. രണ്ട് ഓപ്ഷനിൽ വന്നു അല്ലേ? അബൂ മഹ്ഫൂദ് അൽ കരീം അൽ മാസൂമി, ഗുലാം അലി ആസാദ് അൽ ഖറാമി. അത് ഓപ്ഷനിൽ ചെറിയൊരു ഇതുണ്ട്, നമ്മൾ സ്പീഡാക്കാണ്. ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. അതായത് ഹുസ്ബ തംബിഹാത്ത് ആരുടേതാണ്? അബൂ മഹ്ഫൂദ് അൽ കരീം അൽ മാസൂമിയുടേതാണ്. സുബ്ഹത്തുൽ മർജാൻ ഫി ആസാർ ഹിന്ദുസ്ഥാൻ ആരാണ്? ഗുലാം അലി ആസാദ് അൽ ഖറാമി. റിജാൽ സിന്ധ് വൽ ഹിന്ദ് മുബാറക് ഫൂരി. അബുൽ അല വമാ ഇലൈഹി അല്ല, അബുൽ അല വമാ ഇലൈഹി അബ്ദുൽ അസീസ് അൽ മൈമനിയുടേതാണ് കേട്ടോ. അബ്ദുൽ അസീസ് അൽ മൈമനിയുടേതാണ് അബുൽ അല വമാ ഇലൈഹി എന്ന് പറയുന്ന രചന. അതിവിടെ ഇല്ല, ക്വസ്റ്റ്യനിൽ വന്ന എററാണ്. ഓക്കെ. ബഹുസുമ തംബിഹാത്ത് അബൂ മഹ്ഫൂദ് കരീം അൽ മാസൂമി, സുബ്ഹത്തുൽ മർജാൻ ഫി ആസാർ ഹിന്ദുസ്ഥാൻ, സുബ്ഹത്തുൽ മർജാൻ ഫി ആസാർ ഹിന്ദുസ്ഥാൻ ഗുലാം അലി ആസാദ് അൽ ഖറാമി, റിജാൽ സിന്ധ് വൽ ഹിന്ദ് ഖാലിദ് തഹർ അൽ മുബാറക് ഫൂരി, അബുൽ അല വമാ ഇലൈഹി അബ്ദുൽ അസീസ് അൽ മൈമനി. ഞാനത് പ്രത്യേകം പറഞ്ഞിരുന്നു. അബ്ദുൽ അസീസ് അൽ മൈമനിക്ക് അറബ് ലോകത്തടക്കം അദ്ദേഹത്തിനെ ശ്രദ്ധേയമാക്കി തീർത്തൊരു രചന കൂടിയാണ് ഇത്, അബുൽ അല വമാ ഇലൈഹി എന്ന് പറയുന്ന പുസ്തകം. ഓക്കെ, ഇത്രയുമാണ് ഇതുവരെ ഇന്തോ അറബിക് ലിറ്ററേച്ചറിൽ വന്ന പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. ആരും ലെഫ്റ്റ് അടിക്കല്ലേ? ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. ഞാൻ റെക്കോർഡൊന്ന് ഒഴിവാക്കട്ടെ, നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം പറഞ്ഞാൽ മതിയല്ലോ.